ഇപ്പൊ ഈ റോസ്ലിന്റെ കഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെ വേണോ പറയാം. അങ്ങനെ കേരളത്തിൽ മാത്രം നടക്കുന്ന കഥയൊന്നുമല്ല. വിനീസാർ ഇല്ലാത്ത സീനിൽ പോലും വിനീസാറിന് എന്താ സംഭവിക്കുന്ന അറിയാം. ആ ഷൂട്ടൊക്കെ കാണാൻ വന്നിരിക്കും. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ട് വീണ്ടും സ്ക്രിപ്റ്റ് രണ്ടോണം അയച്ചു. ആദ്യത്തെ ഭീമൻ ടോക്കിന്റെ സൗണ്ട് ഹാർട്ട് ബീറ്റ് ക്യൂട്ടി പയ്യെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞ ലാലിന്റെ സൗണ്ടിൽ ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞ് പല സൗണ്ടും ഞങ്ങൾ അങ്ങ് പാടിയത്. നിങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് ചുമ്മാ ഇരുന്ന് ജാം ചെയ്യുമ്പോൾ അവൻ കമ്പോസ് ചെയ്യും, ഞാൻ ലിറിക്സ് എഴുതും. അങ്ങനെ ഒരു ദിവസം ഒരു പാട്ട് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കി. ഒരു മാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 20-30 പാട്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. എവിടെയെങ്കിലുമൊക്കെ അടി കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പച്ച പിടിക്കുന്ന പോയിന്റിൽ ഇതെടുത്തിടും. എന്നിട്ട് ഞാൻ തന്നെ കേൾക്കും ഹായ്, വിനായക് ശശികുമാറാണ് കൂടെയുള്ളത്. വെൽക്കം. ഞാൻ ഇത്രയും നാൾ ഇന്റർവ്യൂ എടുത്തത് ലിറിസിസ്റ്റ് വിനായകിനെയാണ്. പക്ഷേ ഇത്തവണ ഒരു അഡീഷണൽ ടൈറ്റിലും കൂടെ വന്നിട്ടുണ്ട്, റൈറ്റർ വിനായക് ശശികുമാർ. റോസ്ലിൻ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്ററിലേക്ക് എങ്ങനെയാ എത്തുന്നത്? എഴുതാം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? ആ ആഗ്രഹവും തീരുമാനമൊക്കെ വളരെ മുമ്പേ ഉണ്ടായിരുന്നു. ലിറിക്സ് ഞാൻ എൻജോയ് ചെയ്ത ഒരു ഫ്ലോയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ഒരു 10-12-13 വർഷമായി ലിറിസിസ്റ്റ് ആയിട്ട്. മറ്റേത് ഏതെങ്കിലും ഒരു ടൈമിൽ പാരലി തുടങ്ങാം എന്നുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ ടൈമിലാണ് ശരിക്കും. അപ്പോൾ സമയം നല്ലോണം ഉണ്ടായിരുന്നില്ല, ലിറിക്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇരുന്ന് കുറച്ച് കഥകളൊക്കെ എഴുതി. അക്കൂട്ടത്തിലൊന്നാണ് റോസ്ലിൻ്റെ കഥ. അങ്ങനെയാണ് റോസ്ലിനിലേക്ക് വരുന്നത്. മിസ്റ്ററി ഡ്രാമ, സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുന്നവരുണ്ട്. മിസ്റ്ററി ഡ്രാമ തന്നെ ഇപ്പോൾ കണ്ട ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പറയുന്നു. അതായിരുന്നു ഒരു ആദ്യ സിനിമ അല്ലെങ്കിൽ ആദ്യ എഴുത്ത് അത് തന്നെയായിരുന്നു? അതെ. അങ്ങനെ ഇന്ന ജോൺറേ വേണമെന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. സുമേഷാണ്, ഇപ്പോൾ സുമേഷ് നന്ദകുമാർ റോസ്ലിൻ്റെ ഡയറക്ടറാണ് എന്നെ കഥ വേണം എന്ന് പറഞ്ഞ് ഒരുപാട് പുഷ് ചെയ്ത് നിന്നിരുന്നൊരു ഡയറക്ടർ. മലയാളത്തിൽ ഞാൻ ലിറിക്സിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് ഡയറക്ടേഴ്സ് കഥയുണ്ടോ എഴുതാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പുറകെ നിന്നതും സുമേഷാണ്. അതിന് എനിക്കും തോന്നി, എനിക്കും ഒരു റൈറ്റർ എന്ന രീതിക്ക് ഒരു വിഷൻ ഉണ്ടാവുമല്ലോ നമ്മളൊരു സബ്ജക്റ്റ് എഴുതുമ്പോൾ. അത് ഏത് ഡയറക്ടർ ചെയ്യുമ്പോഴും അവരുടെ വിഷനിലേക്ക് മാറും. ഒരു ഡയറക്ടേഴ്സ് പ്രൊഡക്റ്റാണ് അൾട്ടിമേറ്റ്ലി, സിനിമയാണെങ്കിലും സീരീസ് ആണെങ്കിലും. പക്ഷെ അങ്ങനെ മാറുമ്പോൾ എൻ്റെ വിഷനിൽ നിന്ന് എത്രത്തോളം മാറുന്നു എന്നുള്ളതിൽ എനിക്കൊരു കൺട്രോൾ ഉണ്ടാവണം, ഒരു സ്പേസ് ഉണ്ടാവണം എന്ന് തോന്നി. അതിലെനിക്ക് റീഅഷുറൻസ് തരണം ഡയറക്റ്റ് ചെയ്യുന്ന ആൾ. അതാണ് എനിക്ക് വേണ്ടത്, മോർ ദാൻ എക്സ്പീരിയൻസ് ഓഫ് എ ഡയറക്ടർ ഓർ എനിത്തിങ്. എൻ്റെ വിഷനിൽ നിന്ന് ഒരുപാട് മാറിപ്പോയില്ല എന്നുള്ള റീഅഷുറൻസ് വേണം. അപ്പോൾ അതെനിക്ക് ആ ഒരു പ്രോമിസ് എനിക്ക് സുമേഷ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നിയായിരുന്നു. അപ്പോൾ നിനക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ ടേസ്റ്റ് അലൈൻ ചെയ്തത് മിസ്റ്ററിയിലും ത്രില്ലേഴ്സിലും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ സുമേഷിന് വേണ്ടി ആലോചിച്ച സബ്ജക്റ്റ് തന്നെയാണ് റോസ്ലിൻ. OTT-യിലേക്ക് വരിക എന്നുള്ളതുണ്ടല്ലോ. നമ്മളിപ്പം മലയാളി ഓഡിയൻസിന് വേണ്ടി പലപ്പോഴും മലയാള സിനിമ അങ്ങനെ തന്നെ നമ്മൾ മെയിൻ ഓഡിയൻസ് ആയി കാണും. പക്ഷെ OTT എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഓഡിയൻസ് കാണും. ആരൊക്കെ കാണുന്ന പോലും നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല അവർ സിനിമയെ എടുക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ OTT-ക്ക് വേണ്ടി ഒരു റീറൈറ്റിംഗ് അല്ലെങ്കിൽ അതിനൊന്ന് പൊളിച്ചെഴുത്തൊക്കെ സംഭവിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിന് കൊടുത്തതിന് ശേഷം അതേ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണോ മുമ്പ് എഴുതിയൊരു കഥ? അല്ല, ഇപ്പൊ ഈ റോസ്ലിന്റെ കഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെ വേണോ പറയാം. അങ്ങനെ കേരളത്തിൽ മാത്രം നടക്കുന്ന കഥയൊന്നുമല്ല. അത് സബ്ജക്ട് വന്നപ്പോ തന്നെ ഇതാണല്ലോ, ഒരു ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് ഫാമിലിയിലും ഈ കഥ സംഭവിക്കാം. ഇന്ത്യയിൽ പോലും വേണമെന്നില്ല. ഇത് തന്നെ ഒരു ഹോളിവുഡ് സിനിമയായിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ആ രീതിയിൽ കണ്ട് ആസ്വദിക്കുക. അപ്പോൾ അതിനൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. അപ്പോൾ OTT-യുടെ ഗുണം അതാണല്ലോ, ഒരേ സമയം ഡബ് ചെയ്ത് എല്ലാ ഭാഷകളിലും. ഇപ്പോൾ റോസ്ലിൻ തന്നെ മറാഠിയിലും ബംഗാളിയിലും അടക്കം ഒരേ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കാണുന്നത് അവർക്ക് അറിയുന്ന സ്റ്റാർസിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് കോണ്ടന്റിന് വേണ്ടിയായിരിക്കും. അപ്പോൾ കോണ്ടന്റ് ഇസ് ദ കിങ് എന്നുള്ള OTT-ൽ പറയുമ്പോൾ ക്ലീശയാണെങ്കിൽ പോലും അതൊരു വാസ്തവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ആക്ടേഴ്സിനെ വെച്ചിട്ട്, ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് റദർ ദാൻ ഫെയിം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഫെയിമില്ലെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ മീന മാം അല്ലെങ്കിൽ വിനീത് സാറിനെ പോലുള്ള ആളുകൾക്ക് സൗത്ത് ഇന്ത്യയിൽ ഏത് ആൾക്കും അറിയാം. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ OTT-യുടെ ഫെയിം അവർ ജഡ്ജ് ചെയ്യുന്ന മൂവിയുടെ ഫെയിം ആയിട്ട് കോറിലേറ്റ് ചെയ്തല്ല. നമുക്ക് വി ഹാഡ് എ സ്റ്റാർ ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ഹാഡ് സ്റ്റാർസ്, അറ്റ് ദ സെയിം ടൈം വി ഹാഡ് ഗുഡ് ആക്ടേഴ്സ് ഓൾസോ. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ കാസ്റ്റ് ആലോചിക്കുന്നത് എങ്ങനെയാ? ഹക്കീമാണ് നമ്മുടെ ഈ ഗ്രീൻ ഐ ആയിട്ടുള്ള ആളായിട്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഐ സ്പെഷ്യലി നമ്മൾ ചിന്തിക്കുന്ന ഒരാളല്ല, ഒരു ലെൻസ് വെച്ചിട്ട് ആ ഒരു സ്പെസിഫിക്കേഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു ലുക്കിലേക്ക് ഹക്കീമിനെ ആലോചിക്കുക. അതുപോലെ മീന മാം, നമുക്ക് സീരീസ് കണ്ടവർക്ക് അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ എൻഡിങ് വരുന്നത്. അപ്പോൾ ഈ കാസ്റ്റിംഗ് ആലോചിക്കുന്നത് ഒരു സ്പെഷ്യൽ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഹക്കീം ഒബ്വിയസ്ലി ആ ക്യാരക്ടർ ഒരു അൺഅസ്യൂമിങ് ആയിട്ടൊരാൾ തന്നെ ചെയ്യണം.
മുൻവിധികളോടുകൂടി നമ്മൾ ആ ക്യാരക്ടറിനെയോ ആ ക്യാരക്ടർ ചെയ്യുന്ന ആളിനെ സമീപിക്കാൻ പാടില്ല. അത് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഹക്കീം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഓപ്ഷനാണ്. ഹക്കീം എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹക്കീമിന് അങ്ങനെ ഒരു ബ്രാൻഡ് ഇല്ല, ഇയാൾ ഇതേ ചെയ്യുള്ളൂ. ഒരു ഗ്രേ ഷെയ്ഡറായിട്ട് നമുക്ക് നിർത്താം. ആൻഡ് ഈസ് എ വണ്ടർഫുൾ ആക്ടർ. പിന്നെ ഹക്കീമിൻ്റെ ലുക്ക് എനിക്ക് സുമേഷിനോട് പറഞ്ഞപ്പം ജെറിക്കൊരു ചാം വേണമെന്നുണ്ടായിരുന്നു, ഒരു ഹാംഫുൾ ചാം. അപ്പോൾ അതിനു വേണ്ടി ഹക്കീം ജനറലി ബാക്കി മൂവീസിൽ നിന്ന് പിടിക്കുന്ന ലുക്കിനേക്കാളും ഒരു ഡിഫറെന്റ് ലുക്ക് വേണമെന്ന് സുമേഷ് ട്രൈ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ബിയേർഡ് ലുക്ക് വേണം, ഒരു ലോങ്ങിഷ് ഫേസ് ആക്കണം, റൗണ്ട് ഫേസ് ഉള്ള ഒരാളെ നമ്മൾ ജോലൈനും താടിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു ലോങ്ങിഷ് ഫേസ് ആക്കുന്നു. അപ്പോൾ ഹക്കീം ബാക്കി ചെയ്യുന്ന സിനിമകളിൽ നിന്ന് പ്രകടമായി ജെറിയുടെ ഒരു ഫോട്ടോ ആണെന്ന് നമുക്ക് മനസ്സിലാവും, ജെറിയാണ്. അപ്പൊ അങ്ങനെയാണ് ഹക്കീം. പിന്നെ ഒബ്വിയസ്ലി ഗ്രേറ്റ് ആക്ടർ. ഈ പറഞ്ഞ ഈ 4 ആക്ടേഴ്സും മാത്രമാണ് ഐ മീൻ ബാക്കി ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടെങ്കിലും മേജർലി ഇവരാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരുടെ പെർഫോമൻസുകൾ ആളുകൾ കണ്ടിരിക്കണം. അപ്പോൾ അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ലീഗിലുള്ള ആക്ടേഴ്സിനെ തന്നെ വെക്കണേ ഈ 4 റോൾ എന്നുള്ള നിർബന്ധമായിരുന്നു. പിന്നെ മീന മാം ഫോർ എ റീസൺ, അതിപ്പോ ഈ സീരീസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനൊരു ആള് യെസ് പറയണം ഈ സീരീസ് സംഭവിക്കാൻ. അപ്പോൾ അത് മീന മാം യെസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ത്രിൽഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പേടിച്ചാണ് പോയത്, എന്താണ് പറയുമോ എടുക്കുവോ. ജിത്തു സാറും ലിൻഡ മാം, ജിത്തു സാറിൻ്റെ വൈഫൊക്കെ പോയി നോക്ക്, സീരീസ് ആണ് ഒന്നാമത്തെ കാര്യം, 2 ടിപ്പിക്കലി ചെയ്യുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ അല്ല, അപ്പോൾ പോയി നോക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷെ പോയപ്പോൾ ഷി വാസ് വെരി ത്രിൽ ടു ഡു ഇറ്റ്. അപ്പോൾ അത് ഞങ്ങളുടെ അടുത്തൊരു ബ്ലെസ്സിങ്. വിനീത് സാറ് അറ്റ് ദ സെയിം ടൈം ഇത്രത്തോളം എൻ്റെ സ്ക്രിപ്റ്റിനെ അരച്ച് കലക്കി കുടിച്ച, ഞാൻ പോലും അറിയാത്ത രീതിയിൽ ആ സ്ക്രിപ്റ്റിനെ ഭയങ്കരമായിട്ട് മെമ്മറൈസ് ചെയ്ത് ഒരുപാട് വായിച്ച് വെച്ച്, നറേഷൻ പോലും വേണ്ട, സ്ക്രിപ്റ്റ് അയച്ചാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് പുള്ളി ഇന്നാവുന്നത്. പിന്നെ സെറ്റിൽ വരുമ്പോഴൊക്കെ പുള്ളിക്ക് കഥയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. വിനീത് സാർ ഇല്ലാത്ത സീനിൽ പോലും വിനീത് സാർ എന്താ സംഭവിക്കുന്നത് അറിയാം. ആ ഷൂട്ടൊക്കെ കാണാൻ വന്നിരിക്കും, പുള്ളിക്ക് ഷൂട്ടില്ലാത്ത സമയത്ത് വന്നിരിക്കും. അത് വളരെയധികം സർപ്രൈസിങ് ആണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ട് വീണ്ടും സ്ക്രിപ്റ്റ് 2 തവണ അയച്ചത്. അത്രയും നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഒരു മെറിറ്റ് എന്ന് മാത്രമല്ല, ആ പത്മരാജൻ MT സ്കൂളിൽ നിന്നൊക്കെ വന്ന ഒരാൾ ലിറ്ററേച്ചറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അതാണ് വിനീത് സാറിന്റെ സ്കൂൾ ഓഫ് ആക്ടിങ്. അതും ഡിഫറെന്റ് ആയിരുന്നു. ആൻഡ് ഫൈനലി സഞ്ജനയാണ് റോസ്ലിൻ. അപ്പോൾ അതും അഗെയിൻ ഒരു 17 വയസ്സുകാരിയാണ്. ഈ കുട്ടിയെടുത്ത് ഒരു പോയിന്റിൽ ഈ സീരീസ് കാണുമ്പോൾ നമുക്ക് ഒരു അന്നോയിങ് ആയിട്ട് തോന്നാൻ പാടില്ല. പക്ഷെ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റിൽ ഞാൻ ആ ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിനെ നമുക്ക് ഇഷ്ടപ്പെടാതായി കഴിഞ്ഞാൽ നമ്മൾ സീരീസ് ഇഷ്ടപ്പെടില്ല. അത് വളരെ ഫൈൻ ലൈനേ ഉള്ളൂ സഞ്ജനയ്ക്ക്. വെറുപ്പിക്കലാവാനും പാടില്ല, ദേഷ്യത്തോടെ ചോദിക്കാൻ പാടില്ല, പെസ്റ്റർ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട് അതിന്. അപ്പൊ അത് സഞ്ജന വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു. പിന്നെ 17 വയസ്സാണെങ്കിൽ ഒരു 12 വയസ്സിന്റെ മെന്റൽ ഏജ് ഈ ക്യാരക്ടറിനുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആൻഡ് സഞ്ജന മൂത്തോനിൽ ചെയ്ത മുല്ല എന്നുള്ള ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അങ്ങനെ 2 സോണിൽ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ്, അതും ഷോൾഡർ ചെയ്യേണ്ട ടൈപ്പ് വൺ ഓഫ് ദി ലീഡ് റോൾസ് ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ ഇതിൽ ഇപ്പൊ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്ത കുറച്ച് കാസ്റ്റുകളും കൂടി ഉണ്ട്. അത് കാസ്റ്റിംഗ് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്പോയിലറിലേക്ക് കയറേണ്ടി വരും. പക്ഷെ അവര് എസ്പെഷ്യലി മലയാളത്തിലെ 2 യുവ നടിമാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവര് ഞാൻ വിളിച്ച് ഇങ്ങനെ ഒരു കഥയുണ്ട്, പക്ഷെ ഇന്ന എപ്പിസോഡിലാണ് നിങ്ങളുള്ളത്, പക്ഷെ മേജർ ക്യാരക്ടേഴ്സ് ആണ്, കുറച്ചാണെങ്കിലും സ്ട്രൈക്കിംഗ് പെർഫോമൻസസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സ്ക്രീൻ ടൈമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ വന്ന് ഉഗ്രനായിട്ട് പെർഫോം ചെയ്തിട്ട് പോയിട്ടുണ്ട്. കണ്ടവർക്ക് ആർക്കും രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പൊ പോലും അവരുടെ പേരെടുത്ത് എനിക്ക് അവരെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതൊരു വിഷമമാണ്. അപ്പോൾ അവരിത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു എന്ന് എനിക്ക് ഒന്നുകൂടെ പറയണമെന്ന് തോന്നി. നല്ല പെർഫോമൻസ് ആണ്. ആൻഡ് താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് റോസ്ലിൻ. ഇതിൽ ടെറൈനും ആ വീടും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ ആലോചിക്കുന്നത്? ഫാം നടത്തി ജീവിക്കുന്ന ഒരു കപ്പിളായിരിക്കണം എന്നുണ്ട്. അതിൻ്റെയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഫിക്ഷൻ ബുക്സ് വായിച്ച് കിടന്നുറങ്ങുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അവളുടെ ഒരു ഫിക്ഷൻ ബുക്കിൽ നിന്ന് അടർത്തിയെടുത്തൊരു ഏട് പോലെ തോന്നണം എൻറ്റയർ ഈ സീരീസ് എന്നുണ്ട്. അപ്പോൾ അത് ഒരു ഹിൽ ടോപ്പിലായിരിക്കും സെറ്റ് ആവാൻ കുറച്ചുകൂടെ സൂട്ടബിൾ എന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഹിൽ ടോപ്പ് തീരുമാനിക്കുന്നത്. പക്ഷെ വീടൊരു ക്യാരക്ടറാണ്. വീട്ടിൽ 2-3 റൂംസ് ക്യാരക്ടേഴ്സാണ്. ഡൈനിങ് ടേബിൾ ഒരു വലിയ ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ അത്രയും റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ഒരു സ്റ്റെയർ കേസ് വേണം.
അപ്പൊ അത് പല വീടുകൾക്കും ഇല്ല. ആർട്ട് ചെയ്യാനും ആണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു റൂമിനകത്തുനിന്ന് ഒരു വിൻഡോ വേണം, ഒരു ബെഡ്റൂമിൽ നോക്കി അടുത്ത ബെഡ്റൂം കാണുന്ന രീതിക്ക്. അപ്പൊ ഇങ്ങനത്തെ റിക്വയർമെന്റ്സ് ഒക്കെ ചേർന്ന് വരുന്ന ഒരു വീട് വേണം. വീട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്യാരക്ടർ തോന്നണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് ലൊക്കേഷൻ ഹണ്ടിങ് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു. അങ്ങനെയാണ് വണ്ടിപ്പെരിയാറിലാണ് ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ വീട്. അത് വീട് തന്നെയല്ലേ പ്രോപ്പർ? പ്രോപ്പർ ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു കുറെ കാലമായിട്ട് കിടന്നിരുന്ന ഒരു വീടായിരുന്നു റോസ്ലിന്റെ അടുത്ത്. അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ 1980s ഒരു മലയാള സിനിമ അത് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്ര ഫേമസ് സിനിമയൊന്നുമല്ല. അതിനുശേഷം ഇത്രയും വർഷം 10-30-40 വർഷം അത് അടഞ്ഞു കിടക്കുന്ന ഒരു വീടായിരുന്നു. ഇതിനു വേണ്ടി തുറന്ന് റോസ്ലിന്റെ വീടായി മാറിയത്. അത് പുറത്തുനിന്നുള്ള വിഷ്വൽസിലൊക്കെ ഞാൻ നോക്കിയിരുന്നു, ഇങ്ങനെ വേറെ രീതിയിലാണ് അത് സ്ട്രക്ചർ ഒക്കെ ഉള്ളത്. ടിപ്പിക്കൽ സ്ട്രക്ചറിലല്ല, ക്യാരക്ടർ ഉണ്ട് ആ വീടിന്. ശരിക്കും ഒരു ഹൊറർ പടം എടുക്കേണ്ട വീടാണ്. അതിന് പറ്റിയൊരു ഇത് തന്നെയാണ്. അപ്പം റോസ്ലിന്റെ റൂം നമ്മൾ എത്ര വട്ടം അതിൽ കാണുന്നു. അപ്പം റോസ്ലിന്റെ റൂമും റോസ്ലിന്റെ ബ്രദറുടെ റൂമിലേക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത് പ്രേക്ഷകന്റെ മനസ്സിൽ പോലും ഇങ്ങനെ കയറി വരുവാണ് പതുക്കെ പതുക്കെ. ഇനിയിപ്പൊ അടുത്ത ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴും നമുക്ക് അറിയാം ഈ റൂമിൽ നിന്ന് എങ്ങോട്ടാ പോകേണ്ടത്, നമുക്ക് ആ വീട് അറിയാം എന്ന് പറയുന്ന പോലെ. സീരീസ് ഫുള്ള് കാണുമ്പോൾ താഴത്തെ ബെഡ്റൂമും മൊത്തത്തിലുള്ള ജോഗ്രഫി കിട്ടും, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം മറ്റു ഭാഷയിലുള്ള പ്രേക്ഷകരും ഒക്കെ സീരീസുകൾക്ക് പൊതുവെ 2ാം ഭാഗം ഉണ്ടാവുമോ എന്നൊരു ചോദ്യമുണ്ട്. ക്ലീഷേ ചോദ്യമാണ്. എന്നാ പോലെ അങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ആലോചിക്കുന്നുണ്ടോ? 2ാം ഭാഗത്തിന്റെ കഥ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടിയാണ് ഞങ്ങൾ സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ നിന്ന് ഇതിന് പേരിട്ടത്. അപ്പൊ സീക്രട്ട് സ്റ്റോറീസ് എന്നുള്ളത് ഈ എൻറ്റയർ സീരീസിന്റെ പേരും, റോസ്ലിൻ എന്നുള്ളത് സീസൺ 1ന്റെ പേരും. അപ്പോൾ 2ാമത്തെ ഒന്ന് വരുവാണെങ്കിൽ സീക്രട്ട് സ്റ്റോറീസ് സംബഡി എൽസ്, വേറൊരു കഥാപാത്രത്തിന്റെ പേര് ആയിട്ട് വരുമായിരിക്കാം. മറ്റൊരു കഥ ചിലപ്പോൾ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇതിലേക്ക് വരാം. പാട്ടെഴുത്ത് എന്ന് പറയുന്നത് നമുക്ക് സിറ്റുവേഷനും കഥയും അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വാക്കുകളെ ഉപയോഗിക്കാം. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ ഡ്രാമയിൽ പോലും ഡ്രാമ ഡയലോഗ് അത്രയൊന്നും സ്വീകരിക്കാത്തൊരു സമയമാണ്. വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ ഡ്രാമ ഡയലോഗ്സ് സ്വീകരിക്കും. അപ്പോൾ ഡയലോഗ് എഴുത്തിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നേരിട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടതായിരുന്നു അതിലെ ഡയലോഗുകൾ മുഴുവൻ. എനിക്ക് എവിടെയും മുഴച്ചു നിൽക്കുന്ന ഡ്രാമയിൽ പോലും അത് അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട ഒരു ഡയലോഗും തോന്നാത്ത ഒരാളാണ് ഞാൻ. ഡയലോഗ് എഴുതുന്നതിലൊരു ശ്രദ്ധ കൂടുതലുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഞാനൊരു ലിറിസിസ്റ്റ് ആണ്. എൻ്റെ കയ്യിൽ കുറേ വാക്കുകളുണ്ട്. ആ ക്യാരക്ടേഴ്സ് സംസാരിക്കേണ്ട ഭാഷ എന്താണെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതിനകത്ത് സഞ്ജനയും അനീഷ്മയും സംസാരിക്കുമ്പോൾ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന ആ ഏജുള്ള പെൺകുട്ടികൾ സംസാരിക്കുന്ന പോലെ തന്നെ വേണം. അപ്പോൾ ചിലപ്പോൾ മുതിർന്നവർക്ക് അത് കേൾക്കുമ്പോൾ ക്രിഞ്ചായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ അത് മാറ്റി അത് നമ്മൾ അവരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ മാറ്റുക. അങ്ങനെയല്ല. ഓണസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ആ ഏജിലുള്ള ഗേൾസ് പരസ്പരം സംസാരിക്കുന്നത് അങ്ങനെ തന്നെ ആണ് എഴുതി പോയേക്കുന്നത്. അതിലൊരു ഓണസ്റ്റി ഉണ്ട്. കേൾക്കുന്ന ആൾക്ക് ക്രിഞ്ചായാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക്. അതേസമയം ശോഭയും ജോണും സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അവരൊരു വെൽ ഓഫ് റൂറൽ സെറ്റിംഗ് ആണ് നമ്മുടെ ഇടുക്കിയിലെങ്കിലും അവർ കുറച്ച് വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരാണ്, വെൽ ഓഫ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സംസാരത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു സൊഫിസ്റ്റിക്കേഷൻ ഉണ്ട്. എന്നാൽ ഒരു ഫാം നടത്തി ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ഒതുക്കവും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാണ്. പിന്നെ ജെറി പറയുന്ന ഓരോന്നും അറ്റിക്കുറിക്കുക, ആവശ്യത്തിന് മാത്രം വാതിറക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ്. അല്ലാതെ റോസ്ലിനിൽ എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് ആ ഒരു ആദ്യ ഭാഗത്തൊക്കെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതിൽ വിഷ്ണു ശ്യാം ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര എടുത്തു പറയണം. ഞാൻ തിയേറ്ററിലും കൂടെ കണ്ടിട്ടില്ല, അത്ര ഇമ്പാക്റ്റിൽ നമ്മൾ ആ സൗണ്ട് കേട്ടു എന്നുള്ളതിൽ. വിഷ്ണുവിന്റെ കൂടെ ഉള്ള അസോസിയേഷൻ എങ്ങനെയാണ്? നിങ്ങൾ മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ സിനിമ സ്വപ്നം കാണും ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ ക്ലീശയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ വിഷ്ണുവാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെന്നൈയിൽ ഒരു കോളേജിൽ പഠിച്ചതാണ്. ഞങ്ങൾ വിദ്യാസാഗർ ഫാൻസ് ആണ് രണ്ടുപേരും. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അപ്പൊ ഇന്നിപ്പോൾ എല്ലാവരും വിദ്യാസാഗർ ഫാൻ എന്ന് പറയുന്നുണ്ടെങ്കിലും 2011 സമയത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒന്നും ആരും അങ്ങനെ പറയില്ല. റഹ്മാൻ ഫാൻസിനെയും ഇളയരാജ ഫാൻസിനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കോളേജിൽ വിദ്യാസാഗർ ഫാൻ, മറ്റേ സ്പൈഡർമാൻ അങ്ങോട്ടും ഇങ്ങനെ ചൂണ്ടുന്നൊരു മീമുണ്ട്. അങ്ങനെ കണ്ടുമുട്ടിയ ആൾക്കാരാണ്. പിന്നീട് ഞാൻ ഡയറക്ട് ചെയ്ത മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ഉണ്ട്, ഹായ് ഹലോ കാതൽ എന്ന് പറഞ്ഞിട്ട് 2019. അത് വിഷ്ണുവാണ് ചെയ്തത്. അതിനകത്ത് വെള്ളൈപ്പൂവ് എന്നുള്ള പാട്ട് വളരെയധികം ഹിറ്റാ. പിന്നെ അവൻ വിദ്യാസാഗർ സാറിന്റെ ശിഷ്യനായി മാറി. ഇപ്പം ജിത്തു സാറിന്റെ കുറെ സിനിമകൾ, നേര്, പൂമൻ, വലതുവസ്തുക്കൾ എല്ലാം വിഷ്ണുവാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് സുമേഷിന്റെ ഫ്രണ്ടാ. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾക്ക് അങ്ങനെ ബ്രീഫ് ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. വിഷ്ണു ഞങ്ങളങ്ങ് ഏൽപ്പിക്കുവാണ്, ചെയ്തങ്ങ് തന്നാ മതി. അല്ലാതെ വേറെ കറക്ഷൻസ് ഒക്കെ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതിനകത്ത് വയലിൻ ഒരു ക്യാരക്ടറാണ്. നമ്മുടെ ഒരു ക്യാരക്ടർ വയലിൻ പ്ലേ ചെയ്യുന്ന റോസ്ലിനിൽ. അപ്പൊ വയലിൻ്റെ ഒരു തീം വേണം എന്നൊക്കെ ഉണ്ട്. വേറൊരു എപ്പിസോഡിൽ മറ്റൊരു കഥാപാത്രം ഈ വയലിൻ പീസ് വായിക്കുന്നൊക്കെ. അപ്പൊ ആ പീസ്
ഞങ്ങൾ തന്നെ പറയുന്നത് ഇന്റർനാഷണൽ പീസാണ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കഥയ്ക്കുള്ളിൽ. അങ്ങനെ ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തന്നത് റിപ്പീറ്റഡ് തീമായിട്ട് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോഴും കണ്ടിറങ്ങിയ ആൾക്കാർ ചോദിക്കുന്നത് അതേത് ഇന്റർനാഷണൽ പീസ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് അവന്റെ വലിയൊരു സക്സസ് ആണ്. ഒറിജിനലി അങ്ങനെ ഒരു പീസ് ഉണ്ടെന്ന് കുറെ പേർക്കെങ്കിലും തോന്നിയെങ്കിൽ. അപ്പം വിഷ്ണുവിന്റെ പരിപാടികൾ ഇൻഡസ്ട്രി കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഈ വിദ്യാജി ഫാൻസ് ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറുമായി മാറുന്ന പാത്ത് എങ്ങനെയായിരുന്നു? രണ്ടു വഴി ഇങ്ങനെ വളരെ അത് അങ്ങനെ ഒത്തു വന്നു. വിദ്യാജി ഫാൻസ് ലിറിസിസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ആയി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ലിറിക്സ് ആയി തുടങ്ങുന്നത് ആക്ച്വലി വിഷ്ണുവിന്റെ മ്യൂസിക്കിലാണ്. സിനിമയ്ക്കോ ഒന്നുമല്ല, ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് ചുമ്മാ ഇരുന്ന് ജാം ചെയ്യുമ്പോൾ അവൻ കമ്പോസ് ചെയ്യും, ഞാൻ ലിറിക്സ് എഴുതും. അങ്ങനെ ഒരു ദിവസം ഒരു പാട്ട് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കി. ഒരു മാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 20-30 പാട്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ പാട്ടെഴുതാൻ സിനിമയ്ക്ക് ഞാൻ കയറിയിട്ടില്ലെന്നൊന്നും. ഈ പാട്ടെഴുതാൻ പഠിക്കുന്നത്, മറ്റൊരാളുടെ ട്യൂണിന് വേണ്ടി പാട്ടെഴുതാൻ പഠിക്കുന്നതൊക്കെ ഇത് എഴുതിയാണ് ലയോളക്കാലം. അപ്പൊ പിന്നീടാണ് ഞങ്ങൾ വിദ്യാസാഗർ സാറുമായിട്ട് അസോസിയേറ്റഡ് ആവുന്നതും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരാള് സാറിന്റെ ശിഷ്യനായിട്ട് കുറെ പടങ്ങളിൽ വർക്ക് ചെയ്യുകയും അപ്പൊ മറ്റേവൻ ലിറിസിസ്റ്റ് ആണ്, ഒന്ന് അവനെ വിളി എന്ന് പറഞ്ഞിട്ട് സാറ് എന്നെ വിളിച്ചിട്ട് സാറുമായിട്ട് ഞാൻ ലിറിക്സ് എഴുതുന്നു. അതങ്ങനെ സോളമനിലുണ്ട്, മറ്റേ വിരൽ തൊടാതെ എന്നുള്ള പാട്ട് വിഷ്ണുവാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് രണ്ടുപേർ വീണ്ടും വന്നിക്കുന്നത് എന്നുള്ളത് അല്ലേ. എനിക്ക് റൂഹ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ അസോസിയേഷനിൽ വന്നിട്ട് ആ നീരിലെ പാട്ട്, റൂഹ ബ്യൂട്ടിഫുൾ ആണ്, സോൾഫുൾ ആണ്. ആൻഡ് അത് ബേസ് ചെയ്തിട്ടുള്ള അവന്റെ അതിന്റെ തീമും നേരിന്റെ ക്ലൈമാക്സിൽ വിഷ്ണു ചെയ്തിരിക്കുന്ന ആ ഒരു മ്യൂസിക്കിന് എൻറ്റയർ ഇമോഷൻസിന് ലിഫ്റ്റ് ചെയ്യുന്നതിന് വലിയ പങ്കുണ്ട്. അതിലെ ഓർമ്മകൾ നഖങ്ങളാൽ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ സിറ്റുവേഷൻ, സാറാ എന്നുള്ള കുട്ടിയുടെ സിറ്റുവേഷൻ നമുക്ക് പലപ്പോഴും നമ്മൾ പാട്ട് കണ്ണടച്ച് ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കുന്നു. പക്ഷെ ഇത് കണ്ട് ആ വിഷ്വൽസിനൊപ്പം ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് തിയേറ്ററിൽ കണ്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സ്റ്റോറി ഇങ്ങനെ കണ്ടുവന്ന് അവിടെ എത്തുമ്പോൾ ആ പാട്ട് ഒരു പെൺകുട്ടി ആ ഏത് സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി എന്നുള്ളത്, ഈ നഖങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നല്ലോ. ആ വരികൾ ആലോചിച്ചാൽ എങ്ങനെയാ? അത് പറയാൻ തന്നെ വളരെ ഡിഫിക്കൽട്ടാണ്. ഒരു റേപ്പ് സർവൈവറിന്റെ സോങ് ആണത്. ഇപ്പോൾ വളരെയധികം ആ പെൺകുട്ടിയോട് എമ്പത്തറ്റിക് ആയിട്ട് മറ്റൊരാൾ പാടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ആ പാട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഒരു എൻഡിൽ ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ജീവിതം മുമ്പോട്ടുണ്ട്, നിന്റെ കൈ പിടിച്ച് കൂടെ നീങ്ങാൻ കാലം ഉണ്ട് എന്ന് പറയുന്നൊരു എൻഡാണ്. അപ്പോൾ ഡിഫിക്കൽട്ടായിരുന്നു ഇത് എഴുതാൻ. ആ സ്ക്രിപ്റ്റിനകത്ത് ആ ക്യാരക്ടർ അനശ്വരാജ് പെർഫോം ചെയ്ത രീതിയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അത് പക്ഷെ നമ്മൾ മറ്റെന്ത് വികാരത്തിനേക്കാളും അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുന്ന ഒരാളുടെ ഇതിലാണല്ലോ ഓർമ്മകൾ നഖങ്ങളാൽ അകമേ എന്ന് പറയാന്ന് പറയുന്നത്. അതെ 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 ഓർമ്മകൾ നഖങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരയുന്നത് പോലെ ട്രോമേനെ അഡ്രസ് ചെയ്യുന്നതാണ്. എന്തായിരുന്നു, ഉടഞ്ഞ ചില്ലിൽ തറഞ്ഞ നിന്റെ ഇളം കൈ വിരൽ തുമ്പുകൾ എന്നൊക്കെ പറയുന്ന, അങ്ങനെയാണ് അതിന്റെ എഴുത്ത്. എനിക്ക് ഒട്ടും ഈസി ആയിരുന്നില്ല എഴുതാൻ സംഭവം. വലിയൊരു വിഭാഗം മലയാളികളും വിദ്യാസാഗർ ഫാൻ തന്നെയാണ്. അപ്പം വിനായകന്റെ ഒരു ഫേവറേറ്റ് 5 വിദ്യാസാഗർ സോങ്സ് എന്തായിരിക്കും? എന്റെ ഫേവറേറ്റ് 5 10 ആയ കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഇൻ നോ പർട്ടിക്കുലർ ഓർഡർ എനിക്കിഷ്ടമുള്ള സാറിന്റെ ഒരു 10 പാട്ട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യം സ്വന്തം പാട്ട് തന്നെ പറഞ്ഞാലോ? അത് വേണോ? അതിനു മുമ്പ് ഞാൻ ആ പാട്ട് എഴുതുന്നതിന് മുമ്പ് സാറിന്റെ ഫാനാണ്. ഓക്കെ, തമിഴിൽ നിന്ന് മലരേ മൗനമ, ഒബ്വിയസ് പിക്ക് മലരേ മൗനമ. തമിഴിൽ നിന്ന് തന്നെ കാറ്റിൻ മൊഴി, മറ്റൊരു ഒബ്വിയസ് പിക്ക്. മലയാളത്തിൽ നിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറെ വിദ്യാസാഗർ പാട്ടുകളല്ല എൻ്റെ ലിസ്റ്റിൽ ഉണ്ടാകാൻ ചാൻസ്. ബമ്പാട്ട് ഹുടുകി, ചന്ദനം നിൽക്കുന്ന ദിക്കില്, എസ്പെഷ്യലി എൻ്റെ അനുപല്ലവി, പനിനീർ പുഴയും. സാറിന്റെ പാട്ടുകൾ എങ്ങനെ തുടങ്ങിയാൽ അനുപല്ലവി ചെന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും മെലഡിയായി മാറും. അപ്പം ബമ്പാട്ട് ഹുടുകി ഇഷ്ടമാണ്. പിന്നെ അയ്യോ ഏത് തോടും, മഞ്ഞു പോലെ, ദോസ്തിലെ മഞ്ഞു പോലെ, അത് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് ശ്രീനിവാസന്റെ മഞ്ഞു പോലെയാണത്. പിന്നെ തങ്കത്തിങ്കൾ കിളിയായി കുറുക, ഇന്ദ്രപ്രസ്ഥത്തിലെ ഫേവറേറ്റ് പാട്ടാണ്. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, അത് ഒരു ലവ് സോങ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ടീനേജ് ത്രിൽ തന്ന പാട്ടാണ്. ആ സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. പക്ഷെ ഈ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് കേട്ടിട്ടാണ് ഇതാരാ കമ്പോസ് ചെയ്തെന്നുള്ള ചിന്ത ആ സമയത്ത് ആദ്യം വരുന്നത്. അപ്പം മഞ്ഞുപോലയുടെ കമ്പോസർ തന്നെയാണ് ഇത് കമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പൊ അയാൾ തന്നെയാണോ മീശമാധവൻ ചെയ്തേക്കുന്നത്? അത് കൊള്ളാലോ. അപ്പൊ മറ്റേ തങ്കത്തിങ്കളാരോ, അതും ഇത് തന്നെയാണോ, ഇദ്ദേഹം തന്നെയാണോ, ഇതാരാണ്?
അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ആണ് ഇതിനെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ കരളേന്ന് കൈ പിടിച്ച ദേവദൂതൻ. എന്റെ ഒരു ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു വിദ്യാജിയുടെ കൂടെ നിൽക്കുന്നത്. ആ മൊമെന്റ് എന്താ? മാർച്ച് 2 ഇന്ന് ബർത്ത്ഡേയാ. ഓ, 2012 മുതൽ എല്ലാ മാർച്ച് 2-ാം തീയതിയും ഞാൻ സാറിനെ നേരിട്ട് പോയി കാണും ചെന്നൈയിൽ. അപ്പോൾ അത് ഞാനും വിഷ്ണുവും തുടങ്ങി വെച്ച ആചാരമാണ്. ഞങ്ങൾ കേക്കും ഒക്കെ ആയിട്ട് സാറിന്റെ സ്റ്റുഡിയോയുടെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഞങ്ങളെന്ന് അറിയില്ല, ഏതോ ഫാൻസ് 2 പേര് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു കേക്ക് വഴിയാണല്ലോ നിൽക്കുന്നത്. അപ്പം നമ്മളൊന്ന് അകത്ത് കയറ്റുമല്ലോ, ഹാപ്പി ബർത്ത്ഡേ പറയാമല്ലോ. അങ്ങനെ വർഷങ്ങളോളം ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഒരു വർഷം ഞങ്ങൾ അകത്തേക്ക് കയറ്റി. അപ്പോൾ അന്ന് മുതൽ അതൊരു ആചാരമായി മാറി. എല്ലാ മാർച്ച് 2-ാം തീയതി വിദ്യാസാഗറിന്റെ ബർത്ത്ഡേക്ക് സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ചെല്ലും. പിന്നീട് അത് ഞങ്ങൾ 2 പേരെന്നുള്ളത് വളർന്ന് ബാക്കിയുള്ള ഫാൻസും കൂടാൻ തുടങ്ങി. ഇപ്പോൾ അത് 10, 20, 30 പേര് ചെന്നൈയിലേക്ക് ഒരു തീർത്ഥയാത്ര പോകുന്ന പോലെ പല ദിക്കുകളിൽ നിന്നും മാർച്ച് 2-ാം തീയതി പോകാറുണ്ട്. ഇന്ന് നടന്നില്ല, പക്ഷെ ഇന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. വിഷ്ണു അവിടെ ഉണ്ടോ? വിഷ്ണുവിനും പോകാൻ പറ്റിയില്ല ഫോർ മെനി റീസൺസ്. പക്ഷെ ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പേ ഞങ്ങൾ 2 പേരും സാറിനെ വീഡിയോ കോൾ വിളിച്ച് വിദ്യാസാഗറിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, ഈ സമയത്ത് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കേണ്ടതാ. ഈ എഴുതുന്ന സിനിമകൾ അല്ലെ എഴുതാൻ നമുക്ക് മനസ്സിൽ വരുന്ന സിനിമകളും കാണാൻ ഇഷ്ടമുള്ള സിനിമയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടോ, അല്ലെങ്കിൽ ഒരേ ജോണറൊക്കെ തന്നെ? ഇല്ല, എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമകളാണ് എഴുതാനും ഇഷ്ടം. ത്രില്ലറൊക്കെ തന്നെയാണോ? അല്ല, ഞാൻ അങ്ങനെ ഒരു ജോൺറയിൽ കുടുങ്ങുന്ന ആളല്ല. പാട്ടിലും അങ്ങനെയല്ല. സിനിമയിൽ എനിക്ക് പല സിനിമകൾ, പാട്ടിൽ നമുക്ക് ചോയ്സ് കുറവാണ്. പക്ഷെ എല്ലാം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ഒരേപോലെ തന്നെ. സിനിമയിലും അങ്ങനെ തന്നെയാ. എൻ്റെ ഇപ്പൊ ഞാൻ അതിനുശേഷം 2-3 സ്ക്രിപ്റ്റ് എഴുതി തീർത്ത് കയ്യിലിരിപ്പുണ്ട്. നമ്മൾ ആവേശത്തിനെ പറ്റി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാസി ഇങ്ങനെ ഇരിക്കുന്നു, പാട്ടുകൾ ഇങ്ങനെ ഇരിക്കുന്നു, മാച്ച് ദ ഫോളോയിങ് പോലെ ബാസിയിലേക്ക് പോയി രസകരമായി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും എഴുതിയപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഏതെങ്കിലും ഒരു സിംഗർ ഈ വരികൾ എഴുതുന്നതിനിടയിൽ മനസ്സിൽ വന്നിട്ടുണ്ടോ? അത് ചില മ്യൂസിക് ഡയറക്ടർ തന്നെ നമ്മളോട് പറയും. ഇപ്പൊ തുഴരിമിലെ കൊണ്ടാട്ടം എഴുതുന്ന സമയത്ത് തന്നെ ജേക്സേട്ടൻ പറയുന്നത് MG ആണായിരിക്കും കേട്ടോ, MG അണ്ണനാണ് തകർത്ത് പാടാൻ പോണ പാട്ടാണ്, പൊളിച്ച മുരുകസാനം വരട്ടെ എന്നാണ് ജേക്സേട്ടൻ വിളിച്ചു പറയുന്നത്. അറിയാം MG ശ്രീകുമാർ പാടാൻ പോകുന്ന പാട്ടാണ്. സെയിം തിങ് വിത്ത് കുഞ്ഞിക്കവൽ മേഘമേ. ജോനേട്ടൻ വിളിച്ചു പറയും ഗപ്പിയില് തനിയെ മിഴികൾ, അമ്പിളിയിൽ ആരാധികയായിരുന്നു, ഇത് എടാ സൂരജ് പാടാൻ പോകുന്ന പാട്ടാണ്, അറിയാലോ പരിപാടി. അപ്പൊ അങ്ങനെയാണ് കുഞ്ഞിക്കവളിൽ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫെജോ പാടുന്ന പാട്ടാണെങ്കിൽ നേരത്തെ നമുക്ക് പറയും ചില മ്യൂസിക് ഫെജോ ആണ് പാടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അറിയാം, ഓക്കെ ഫൈനലി ഇങ്ങനെയാണ് സൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ലിറിക്ക് ഇവരുടെ റെൻഡിഷനിൽ വരുമ്പോ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഒരാൾ പാടേണ്ട പാട്ട് ഒരേ ലിറിക്കായിരിക്കും, പക്ഷെ വേറെ രീതിയിൽ പാടിക്കഴിഞ്ഞാൽ ടോട്ടൽ മൂഡ് മാറിപ്പോകും. അപ്പൊ അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയാൽ നമുക്ക് അതനുസരിച്ച് പണിയെടുക്കാം. റീസെന്റ് ഹിറ്റ് കുഞ്ഞിക്കവൾ മേഘം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അത്ര ആളുകൾ സെലിബ്രേറ്റ് ചെയ്തു സ്റ്റോറിയിലൊക്കെ. പക്ഷെ അമ്പിളി പോലാ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഇടുമ്പോൾ ഈ കുഞ്ഞിക്കവൾ മേഘം വരുന്ന രീതിയിലൊക്കെയാണ്. പക്ഷെ അതിൽ സിനിമ കണ്ടാൽ നമുക്കറിയാം ഇന്ദ്രൻ ചേട്ടൻ്റെ, അത് വിനായകൻ തന്നെ പറഞ്ഞത്, ഇന്ദ്രൻ ചേട്ടൻ്റെ കഥാപാത്രം സങ്കടം വരുമ്പോഴാണ്. പക്ഷെ കൗതുകമായി തോന്നി കുഞ്ഞിക്കവിളുള്ള മേഘമേ തുള്ളിത്തുളുമ്പോ അത് നീ ആലോചിക്കുന്നത് എങ്ങനെയാ? അതൊരു വളരെ വ്യത്യസ്തമായ ആലോചനയാണ്. കാരണം അതെ നമുക്ക് കവിളിന്റെ മേഘമായിട്ട് സങ്കല്പിക്കുക, കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളി. അത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ജോണേട്ടന്റെ 3 സ്ക്രിപ്റ്റുകളും ജോണേട്ടൻ നറേറ്റ് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണ് നിറയൽ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ സന്തോഷത്തിൽ കണ്ണ് നിറയുന്നത് പ്രത്യേകിച്ചും. അപ്പൊ അത് തനിയെ മിഴികൾ തുളുമ്പിയോ എന്നുള്ള അതിന്റെ ഫസ്റ്റ് ലൈനും കണ്ണ് നിറയലിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അത് തന്നെ ഇവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് എന്നുള്ളത്. അപ്പൊ കരയല്ലേ, നമുക്ക് കരയാൻ ഇഷ്ടമില്ലാത്ത ഒരാളോട് നമ്മൾ എന്താ പറയാ, ഇയാൾ ഒരിക്കലും കരഞ്ഞു കാണാൻ നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അറിയാതെ പോലും കരയുന്നത് നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് കരയല്ലേ എന്ന് പറയുന്നതാണ്. അപ്പൊ കുഞ്ഞിക്കവൾ മേഘമേ തുള്ളി വിണ്ണിനാമോ എന്നും പുലരാനായി, പൂക്കൾക്കാകുമോ എന്നും വിടരാനായി എന്ന് പറയുന്ന ഒരു സാധനം. അത് സീനുമായിട്ട് വളരെയധികം റിലേറ്റഡാ. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒരു സീൻ പെർഫോം ചെയ്യാൻ നോക്കുന്നു, ഒട്ടും നടക്കുന്നില്ല, അതിൽ റിജക്റ്റഡ് ആയിട്ട് തിരിച്ചു പോകുന്നു. എല്ലാ ദിവസവും മാജിക് എല്ലാവർക്കും സംഭവിക്കണം എന്നില്ല. അത് റിയൽ ലൈഫിലും വളരെയധികം ട്രൂ ആണ്. നമുക്ക് നമ്മുടെ ടാലന്റ് എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ വിചാരിക്കുന്ന മൊമെന്റിൽ നമ്മൾ വിചാരിക്കുന്ന സാധനം നടക്കണം എന്നില്ല. ബാഡ് ഡേയ്സ് എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മളെ സ്വയം ഒരുപാടൊന്നും ബ്ലെയിം ചെയ്യാതിരിക്കുക, തിരിച്ചു പോയിട്ട് റീസെറ്റ് അടിച്ചിട്ട് അടുത്ത ദിവസം വരിക,
എന്നുള്ളതാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ. ആ 2 വരിയിലുണ്ട് ഇത്. ഈ പറയുമ്പോൾ അതിന്റെ നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ ആ ഭംഗി മനസ്സിലാവണേ. അതുപോലെ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ വിനായക് 13 വർഷം കഴിഞ്ഞു, ഇത്രയും കാലം ലിറിസിസ്റ്റായി നിൽക്കുന്നു. നമ്മുടെ കുട്ടിക്കാലത്തും നമ്മുടെ ടീനേജിലും നമ്മുടെ പ്രണയവും വിരഹവും ഒക്കെ ചേർത്ത് ചിലപ്പോൾ വയലാറും ബിഭാസ്കറിനും വരെ എത്തി നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഇന്നത്തെ കുട്ടികളും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുമായിരിക്കാം, നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ആലോചിച്ചിട്ടുണ്ടോ ഈ ഒരു 20-ഓ 30-ഓ ചിലപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ പോലും ആളുകൾ അവരുടെ ഇമോഷൻസുമായി ചേർത്ത് എൻ്റെ വരികളെ വായിക്കാം, അങ്ങനെ എപ്പോഴും നമ്മൾ സ്വയം ജഡ്ജ്മെന്റിലായിട്ടുണ്ടോ? അല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തനിയെ വഴികൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ സോണിലോട് ഞാൻ കയറി. ആളുകളുടെ പല അപ്സ് ആൻഡ് ഡൗൺസിൽ ഈ പാട്ടുകൾ, തനിയെ വഴികളോ ആരാധിക്കുകയും അങ്ങനത്തെ പാട്ടുകൾ അവർ കുഞ്ഞിക്കവൾ മേഘമയോ ഒക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് റെസ്പോൺസിബിൾ ആയിട്ട് എഴുതണം എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയുന്നത്. അപ്പോഴാണ് ഈ ഗപ്പിയൊക്കെ ചെയ്യുമ്പോൾ അന്നാണ് എനിക്ക് 17-18 വയസ്സാവുന്നത്, ഗപ്പിയൊക്കെ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ പക്വത ഇത്തരം പാട്ടുകൾ എഴുതുമ്പോൾ വരണം. അത് വെറുതെ ഒരു പാട്ടല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയാണ്. അപ്പം റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് പുതിയത് പഴയതെന്നുള്ളതിന്റെ ഒക്കെ അപ്പുറത്തേക്ക്. ഇപ്പൊ നമ്മള് കേൾക്കുന്ന സാധനങ്ങൾ നമുക്ക് നൊസ്റ്റാൾജിക് ആയ പോലെ ഇന്നത്തെ ജനറേഷൻ കേൾക്കുന്ന സാധനങ്ങൾ അവർക്ക് പിൽക്കാലത്ത് ആകുമ്പോൾ ഏറ്റവും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്ന അവർ ഇന്നത്തെ സാധനത്തിനായിരിക്കും. സോ അത് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ 2015 ഇറങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയാണല്ലോ 2015 ഇറങ്ങിയ സാധനങ്ങൾ അമ്മേ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അത് എപ്പോഴും ഉള്ളതാ, അത് നമ്മൾ മനസ്സിലാക്കണം. അതിലൊക്കെ തന്നെ ഈ പഴയ പാട്ടാണ് നല്ലത്, പുതിയ പാട്ട് എന്നൊക്കെ പറയണതൊക്കെ അവിടെ തന്നെ ക്യാൻസൽ ആയി പോകും. ഈ പഴയതെന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ മാറിക്കൊണ്ടിരിക്കും, പുതിയതിന്റെ ഡെഫിനേഷൻ മാറിക്കൊണ്ടിരിക്കും. ഓരോ ജനറേഷനും അവരവരുടെ കാലം ആണ് എന്നുള്ളത്, പഴയത് പുതിയൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലേ. ഈ മറ്റേ ആദ്യം തമ്മിൽ എന്നുള്ള പാട്ടില്ലേ ജൂണിലെ, അത് ഈ ബ്രേക്കപ്പ് സോങ് ആയി മാറി, ബ്രേക്കപ്പ് ആന്തമാണ്. ഇപ്പൊ ഈ മറയുകയില്ല ഏത് മഞ്ഞിൽ എന്നുള്ള ആ സ്റ്റാൻസൊക്കെ ഉണ്ടല്ലോ, എനിക്ക് വരണ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ തിരിച്ച് റിപ്ലൈ ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പൊ അവര് അത് ഇട്ട് കഴിഞ്ഞാൽ കരയും, പഴയ റിലേഷൻഷിപ്പിന്റെ ഓർമ്മ വരും. ഇങ്ങനെയൊക്കെയാണ് ടാഗ് ചെയ്യുന്ന ഒരു പാട്ടിന്റെ ഒരു ഏരിയനെ ആൾക്കാർ. എന്റെ എക്സ് റിലേഷൻഷിപ്പിന്റെ ട്രോമ എന്നാണ് ഇതിനെ ടാഗ് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ പ്രശ്നമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എഴുതുമ്പോ ഇത്രയൊന്നും വിചാരിക്കുന്നില്ല, ക്യാരക്ടറിന് എഴുതി അങ്ങ് പോവാ. ഞാൻ ആരാധികയൊക്കെ ഇട്ട് കരഞ്ഞിട്ടുണ്ട് ലൈഫിലൊരു സിറ്റുവേഷനിൽ, റിപ്പീറ്റ് ലൂപ്പൊക്കെ ഇട്ട് കരഞ്ഞിട്ടുണ്ട് ഒരു സിറ്റുവേഷൻ. നമ്മൾ അഴലിന്റെ ആഴങ്ങളിൽ ആസ്ഥാനം ബ്രേക്കപ്പ് സോങ് എന്നൊക്കെ പറയുന്ന പോലെ ആരാധിക ഒരു തരത്തിൽ ഒരു പ്രണയവും വിരഹവും എല്ലാത്തിനും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സോങ് ആയിട്ട്. റിയൽ ലൈഫിൽ അതുപോലെ എപ്പോഴെങ്കിലും സ്വന്തം സോങ് ഇങ്ങനെ ഇരുന്ന് കരയോ സന്തോഷിക്കുകയോ എൻജോയ് ചെയ്യോ ചെയ്യുന്ന ക്ലോസ് സർക്കിളിനെ കണ്ടിട്ടുണ്ടോ? നമ്മള് റാൻഡം പെട്ടെന്ന് അല്ലല്ല സ്വന്തമായിട്ടല്ല, ക്ലോസ് സർക്കിള് സ്വന്തം പാട്ടിൽ ഇങ്ങനെ ഇതാക്കുന്ന വിനായകന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ക്ലോസ് സർക്കിൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോ അവർക്ക് അത് അത്രയും ഉള്ളിലേക്ക്. എന്റെ ക്ലാസ്സിൽ പഠിച്ച എന്റെ ക്ലോസ് ഫ്രണ്ട്, സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്, അവൻ ഞങ്ങളുടെ ഗ്യാങ്ങിൽ അവനാണ് ആദ്യം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടാവുന്നത്. അവൻ ആട്ടുതൊട്ടിൽ പാടിയിട്ടാണ് കുഞ്ഞിനെ ഉറക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ ദൈവമേ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് സ്ഥിരം ക്ലോസ് സർക്കിളിൽ കാണാറുണ്ട്. ഞാൻ തന്നെ ട്രിപ്പ് ചെയ്യുന്ന എന്റെ പാട്ട് ജാടയാണ്. എവിടെയെങ്കിലുമൊക്കെ അടി കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പച്ച പിടിക്കുന്ന പോയിന്റിൽ ഇതെടുത്തിടും, എന്നിട്ട് ഞാൻ തന്നെ കേൾക്കും. ബാക്കി നല്ലവന്റെ ചാട. നമ്മുടെ പറവേല സോങ്, അതില് പകലിൻ വാതിലിൽ വളരെ കുറച്ച് വരികളേ ഉള്ളൂ, പക്ഷെ മ്യൂസിക്കിന് കുറച്ചുകൂടെ ടൈം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വരികളിൽ കൺവേ ചെയ്യുന്നതാണോ, ഒരുപാട് വരികൾ എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണോ ബുദ്ധിമുട്ട് കൂടുതൽ? ബുദ്ധിമുട്ട് കൂടുതൽ എപ്പോഴും കുറച്ച് വരികളിൽ കൺവേ ചെയ്യാനാണ്. കൂടുതൽ വരികളുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരത്തി പറയാം, ഇപ്പൊ ഒതുക്കി പറയണം. പറവേല ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് ബാസി എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, മച്ചാനെ എന്തൊക്കെയോ പ്രശ്നങ്ങളെ കൂടെ കടന്നു പോയായിരുന്നു, വാതിലങ്ങ് തുറന്നു മനസ്സിന്റെ. അതുപോലെ ആയിരുന്നു ഈ പാട്ട് പാടിയപ്പോ എന്ന് വാസി പറഞ്ഞു. വാസി കുറെ പാട്ടുകൾ, ഞാൻ എഴുതിയ കുറെ പാട്ടുകൾ വാസി പാടിയിട്ടുണ്ട്. ഇപ്പൊ ജാട പോലത്തെ പാട്ട് പാടിയിട്ടുണ്ട്, പകലിൻ വാതിൽ പാടിയിട്ടുണ്ട്, വരത്തനിലെ നീ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഈ പാട്ട് ഇൻ പെർട്ടിക്കുലർ ഒരു പുതിയ ഹോപ്പ്, ഞാൻ പുതിയ ഹോപ്പ് പരിപാടി കുറെ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പല ടൈം മ്യൂസിക് ആണല്ലോ. അപ്പൊ പറവ മൊത്തത്തിൽ വളരെയധികം എൻജോയ് ചെയ്ത വർക്കാ. സൗബിക കട്ടച്ചിൽ പരിപാടിയായിരുന്നു. സൗബിക ഇപ്പോഴും കാണുമ്പോൾ ഓർമ്മകളൊക്കെ ഇങ്ങനെ പാടും. റെക്സേട്ടൻ ഉള്ള പരിപാടിയായിരുന്നു. പകലിൻ വാതിൽ ഈ പറഞ്ഞ പോലെ
ചിരിയും നോവും കലരും വഴിയിൽ വീണ്ടും ഈ നമ്മൾ ആ ബിറ്റർ സ്വീറ്റ് റിയാലിറ്റി ഓഫ് ലൈഫ് അതൊക്കെ തന്നെയാണ് അഡ്രസ് ചെയ്ത് ഞാൻ അതിന് താഴെ മുമ്പ് ഒരു കമന്റ് കണ്ടിട്ടുണ്ട്, മോട്ടിവേഷൻ ആണ് സോങ് എന്നുള്ള രീതിയിൽ. അപ്പൊ ആളുകൾ പല രീതിയിലാണ് സോങ്ങുകൾ, ഞാൻ അതുവരെ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ആ പാട്ട് കേട്ടിട്ടില്ല കേട്ടോ. പക്ഷെ ആളുകൾക്ക് എങ്ങനെയൊക്കെ കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ഹുക്ക് വേർഡിനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചിരുന്നു. മാക്സിമം അത് ആദ്യം തന്നെ വെക്കാൻ നോക്കും, പിന്നെ അത് തിരയുക എന്നുള്ളത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ ലോക്കല്ലേ, അതിൽ ശോകമൂക്കം എന്ന് വരുന്നുണ്ട്. കൊണ്ടാട്ടം ആണെങ്കിലും അങ്ങനെ ഒരുപാട്, അങ്ങനെ ഒരുവിധം എല്ലാം നോക്കിയാലും ഉണ്ടാവും. കുഞ്ഞിക്കഴിവിലേക്ക് മേഘം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ കഴിഞ്ഞൊരു 1.5 വർഷത്തിൽ എങ്ങനെയാ, പഴയ പോലെ തന്നെയാണോ, ഹുക്ക് തന്നെയാണോ ആദ്യം നോക്കുക? അത്തരം പാട്ടുകൾ നമുക്ക് അങ്ങനെ തന്നെ നോക്കണം. ഇപ്പോഴത്തെ റീൽ കൾച്ചർ, ഷോർട്സ് കൾച്ചറിൽ ചില പാട്ടുകൾക്ക് നമുക്ക് അങ്ങനെ നോക്കാതെ പറ്റില്ല. പ്രകമ്പനത്തില് തള്ള വൈബ് അതൊരു കറക്റ്റ് ഹുക്ക് വന്ന് ലാൻഡ് ചെയ്തതായിരുന്നു. അപ്പൊ അത്തരം പാട്ടുകളിൽ ഓണം മൂഡ് എന്നൊക്കെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഹുക്ക് ലാൻഡ് ആവണം. ബിക്കോസ് ആൾക്കാർ 15 സെക്കൻഡേ കേൾക്കുള്ളൂ. ഇപ്പൊ പാട്ട് യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ജെന്യുവൻ വ്യൂസ് ചിലപ്പോൾ ഒരു 10,000 ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് റീൽസിലും ഷോർട്സിലും നോക്കി മില്യൺ വ്യൂസ് കാണും. ആ റിയാലിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടുത്തെ മില്യൺസിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പുറത്തെ യൂട്യൂബിലുള്ള അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലുള്ളവരെ ഇത് കണ്ട് ഇൻട്രസ്റ്റ് ആയി വന്ന് കേൾക്കുന്നവരായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ അത്തരം പാട്ടുകൾ നമ്മൾ ഹുക്ക് വേണം. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ബാഡ് കൾച്ചർ ഓൾസോ. അങ്ങനെ നമ്മൾ എല്ലാത്തിനെയും ബാഡ് കൾച്ചർ എന്നൊന്നും പറഞ്ഞ് പോകാൻ പറ്റില്ല. ആൾക്കാർക്ക് സമയമില്ല. ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സ്റ്റോറിയിൽ 15-14 സെക്കൻഡ് ഇടാൻ ഒരു ഹുക്കുള്ള സ്റ്റോറിയിൽ ഒരു പാട്ട് അവർക്കത് വേണം എന്നുള്ള സാധനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡിമാൻഡ് സപ്ലൈയും ആണ് ഏത് ഇൻഡസ്ട്രിയിലും ഉള്ളത്. ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിലും മ്യൂസിക് ഇൻഡസ്ട്രിയിലൊക്കെ അതിൽ തന്നെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. തള്ള വൈബ് എങ്ങനെയാ വരുന്നത്? നമ്മുടെ സാഫ് ഉണ്ടാക്കിയ ഒരു വേർഡായിട്ടാണ് അത് തന്ത വൈബ് വന്നത്. അതുപോലെ തള്ള വൈബ് എന്നുള്ള വാക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എന്നോട് ബ്രീഫ് പറഞ്ഞപ്പോ മല്ലിക സുകുമാരൻ ചേച്ചിയുടെ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ ആത്മാവ് സാഗർ സൂര്യയുടെ ദേഹത്ത് കയറുന്നു. അപ്പൊ ബാക്കിയുള്ള ഹോസ്റ്റൽ മേറ്റ്സ്, ഗണപതി അമ്മീനൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ പെട്ടെന്ന് വളരെ കെയർഫ്രീ ലൈഫ് ജീവിച്ചിരുന്ന ഒരുത്തൻ പെട്ടെന്ന് അവന്റെ സ്വഭാവമൊക്കെ മാറുന്നു. അവൻ സംസാരിക്കുന്ന ഭാഷ മാറുന്നു, ആചാരങ്ങൾ സദാചാരങ്ങൾ പറയാൻ തുടങ്ങുന്നു, കള്ളൊക്കെ എടുത്ത് കളയുന്നു, വേറെ വസ്ത്രമൊക്കെ ഇടുന്നു. അപ്പൊ ഇവനെന്താണ് ഇങ്ങനെ ഒരു തള്ള വൈബിലാണല്ലോ പെരുമാറുന്നത്. ആ ചിന്തയിലാണ് തള്ള വൈബ് എന്നുള്ള വാക്ക്. അപ്പൊ ബിബിന്റെ അടുത്ത് പറഞ്ഞു, ഇവനെ നമുക്ക് തള്ള വൈബ് എന്ന് ഇട്ടാലേ ഈ പാട്ട് വരും. ബിബിൻ അശോക് കട്ട ഹാപ്പി, കറക്റ്റ് കൃത്യം വീണു. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇനി ആ പാട്ട് കേട്ട് ഓരോ ലൈനും എടുത്ത് കേട്ട് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് ആസ്വദിക്കാൻ പറ്റും. എനിക്കിപ്പോ പറയുമ്പോ തന്നെ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാതെ കൂടെ. കൊണ്ടാട്ടം അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ MG സാറും ലാലേട്ടനും എന്ന് പറയുന്ന കോംബോ ഡാൻസും കൂടെ ഉണ്ട്. പിന്നെ മുരുകനും ഷൺമുഖനും ഒക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ മതി മലയാളിക്ക് എന്നുള്ളത്. ഇപ്പൊ പിള്ളേര് റീലൊക്കെ ഇട്ടിട്ട് ഓറ, MG അണ്ണൻ ഓറ എന്നൊക്കെ പറയുന്ന ലൈവ് ഇപ്പം പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. അതെ പെർഫോമൻസ് ഇപ്പൊ അടുത്ത് പിള്ളേര് പറയുന്നുണ്ട്. കമ്പയർ ചെയ്തൊക്കെയാണ് ഭയങ്കര റീലുകളൊക്കെ വരുന്നുണ്ടല്ലോ ഇന്നും പിള്ളേരുടെ ഏറ്റവും അടിപൊളി പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് കൊണ്ടാട്ടം വരുമ്പോ എന്താ തരുൺ ചേട്ടന്റെ ഒക്കെ ഒരു ബ്രീഫ് ഉണ്ടായിരുന്നേ? അല്ല, അന്ന് തരുൺ ആദ്യം പറഞ്ഞ പടത്തിലുള്ള പാട്ടല്ല, എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ല കേട്ടില്ല. ഓക്കെ, ഡയറക്ടർ സെൻസിബിലിറ്റി റൈറ്റ് കോൾ ആണ്, വളരെ റൈറ്റ് കോൾ ആയിരുന്നു. അപ്പോൾ ഓക്കെ. അപ്പം ജെയ്ക്ക് സാർ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതില് പൊളിച്ചോ ആ സാധനം. അപ്പോൾ ഓക്കെ. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞ് എനിക്കന്ന് കാല് ഒരു ഇഞ്ചുറി പറ്റിയിട്ട് ഇരിക്കുക. അപ്പൊ അതെനിക്ക് റെക്കോർഡിങ്ങിന് പോകാൻ പറ്റിയില്ല. എന്നെ അവർ വിളിച്ചു, MG അണ്ണൻ പാടാൻ വരുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഞാനിത് ഇറക്ക് എന്ന് പറഞ്ഞിരുന്നു. പടത്തിന് മുമ്പ് എപ്പോഴെങ്കിലും ഇറക്കൂല. തരുണിന്റെ കറക്റ്റ് കോളാ. തരുൺ നല്ല സ്മാർട്ടാണ് അക്കാര്യത്തിൽ. കാരണം അത് പടത്തിന് മുമ്പ് ഇറക്കിയിരുന്നെങ്കിൽ പടത്തിന്റെ എക്സ്പെക്ടേഷൻസ് തന്നെ മാറിപ്പോയനെ. അപ്പൊ അത് സിനിമയ്ക്ക് ശേഷം ഇറക്കുള്ളൂ. സിനിമ ഹിറ്റ് ആവുമ്പോ ഇറക്കാം എന്നുള്ളതാണ്. ഹിറ്റ് ആവുമ്പോ ഇറക്കാം എന്നുള്ള കോൺഫിഡൻസ്. കാരണം ഇൻ കേസ് ഞാൻ മുമ്പ് അതിന് മുമ്പ് ശേഷവും പല സിനിമകളിൽ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. റിലീസിന് ശേഷം ഇറങ്ങുന്ന പാട്ട് സിനിമയുടെ അഭിപ്രായം മോശമാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിനെ കൊന്നുപോലെ വിളിക്കില്ല. പിന്നെ ഇത് ഇറക്കോ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ചെയ്ത പണിയൊക്കെ വെറുതെ ആവും. അത് വെറുതെ ആയില്ല എന്നുള്ളതാണ് കൊണ്ടാട്ടത്തിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. പിന്നെ അതിന്റെ ഷൂട്ടിംഗ് ഫ്ലോറിൽ പോയിരുന്നു. നിങ്ങളൊക്കെ ഒന്നിച്ചൊരു ഫ്രെയിമിലുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിനകത്ത് ഒരുമിച്ച് നിൽക്കാന്നൊക്കെ പറഞ്ഞ് ക്രൂ എല്ലാവരും കൂടെ നിർത്തി ഒരു ഷോട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ അതിന് അന്ന് പിന്നെ നേരിട്ട് കണ്ട് ആസ്വദിച്ചു. അത് ഇത്രയും നമ്മളീ പറഞ്ഞ് ആൾക്കാർക്ക് ക്ലീശയാന്നൊക്കെ തോന്നുന്നെങ്കിൽ റിയാലിറ്റി എന്ന് പറഞ്ഞ റിയാലിറ്റിയാണ്. ലാലേട്ടൻ ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ ട്രെയിൻഡ് ഡാൻസേഴ്സ് ആണ് കൂടെ നിൽക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ കണ്ണ് അങ്ങോട്ടേ പോവുള്ളൂ, ആ ഒരു ഗ്രേസിലോട്ടേ പോവുള്ളൂ. ശോഭനമാവും കൂടെ ഉണ്ട്. പിന്നെ അതെ ബാക്കി എല്ലാവരും ട്രെയിൻ ഡാൻസേഴ്സ് ആണല്ലോ.
രണ്ട് സ്റ്റെപ്പ് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് കളിക്കും, കട്ട് വിളിക്കുമ്പോൾ അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നിന്നിട്ട് അടുത്ത ടേക്കിൽ ലാലേട്ടൻ വീണ്ടും പോയിട്ട് നിന്നിടത്തൊന്നും തുടരും. അതാണ് സംഭവം. ലോകയിലെ ശോകമുഖത്തിന്റെ ഇടയിൽ ഡാം അഴകിയെ, ഡ്രീം അഴകിയെ എന്ന് വരുന്നുണ്ട്. സുഹൈലും വിനായകും തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇത് ട്രൈ ചെയ്ത്. കാരണം മലയാളി എടുക്കാത്തൊരു സാധനത്തിനെ എടുപ്പിക്കുന്ന ഇത് ഓക്കെയാണ്, ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള രീതിക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ വാഴയോ ഒരുപാട് കഴിഞ്ഞ എല്ലാം പറയണ ഒരുപാടുണ്ട്. ഇപ്പൊ തോന്നുന്നുണ്ട് ഇപ്പൊ ആ പോയിന്റിൽ നമ്മളെല്ലാരും കൂടെ എത്തിച്ചു. മലയാളി ഇപ്പൊ ഇംഗ്ലീഷ് ഇടയ്ക്ക് കയറ്റി കൊടുത്താലും എടുക്കും, പാട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇല്ല, ഇപ്പോഴും വർക്ക് ഇൻ പ്രോഗ്രസ്. ഇപ്പോഴും ഞാൻ കിടന്ന് തല്ല് കൂടണം. തല്ലുണ്ടോ? അപ്പൊ ഈ പറഞ്ഞ ലോകൽ സാധനവും ഡാം അഴകി ഡ്രീം അഴകി മാറ്റാനാണ് ഇവയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഡാം അഴകി ഡ്രീം അഴകി, ഡാർക്ക് കളർ ഇൻ ഫാന്റസി നീ, ഡ്രാക്കുള ഞാൻ ഡാകിനി നീ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് വേണ്ട, ഇത് ഭയങ്കര പ്രശ്നമാവും, ഡബിങ് സോങ് ആണെന്ന് പറയുമോ, അങ്ങനെ ടെൻഷൻ ആണല്ലോ അവർക്ക്. ഞാനത് വന്നാലേ എനിക്കല്ലേ വരുള്ളൂ, ഞാനത് കേട്ടോളാം, ലിറിസിസ്റ്റിനല്ലേ ടെൻഷൻ വേണ്ടത്, ഞാൻ ഓക്കെയാണ്, നിങ്ങൾ വയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അത് സിംഗിങ് സ്റ്റൈൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നുന്ന സാധനമല്ല, പാടി കേൾക്കുമ്പോ ഇപ്പൊ ഡാ മഴകി, അപ്പൊ ഇത് നമ്മുടെ ബെനിതയല്ല പാടുന്നത്, അപ്പൊ അതിന് വേറെ ഫ്ലേവറാ. അപ്പൊ എനിക്ക് അതിന്റെയൊക്കെ കോൺഫിഡൻസ്. ഡാ മഴകി ഡ്രീം അഴകി ഡാർക്ക് കളർ ഇൻ ഫാന്റസി കേൾക്കുമ്പോ അത് ഓക്കെയാണ്. പുള്ളിയുടെ ഒഴുകി അത് പോവും. ആദ്യം അറിയായിരുന്നു ബെന്നിയ പാടുന്ന അറിയായിരുന്നു. ലോക പേര് വിനായകാണ് സജസ്റ്റ് ചെയ്തതെന്ന് എങ്ങനെയൊക്കെ ആ സമയത്ത് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശാന്തിയോട് ഇന്റർവ്യൂവിൽ ചോദിക്കുകയും ചെയ്തിരുന്നു, എങ്ങനെയാ ലോക എന്ന് വരുന്നത്? LOKAH. ഡൊമിനിക്ക് കുറെ ആയിട്ട് പേരൊന്നും ആയില്ല, എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഡൊമിനിക്ക് 1-2 പേരും പറയുന്നുണ്ട്, ഡൊമിനിക്കിന്റെ മനസ്സിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പടത്തിൽ നിങ്ങൾ ഈ പേരിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, ഇത് ഒട്ടും ചേരുന്നില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നാ എന്തെങ്കിലും പറ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇത് പാൻ ഇന്ത്യ ഹിറ്റ് അടിക്കുന്നു. അപ്പൊ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനൊരു പൊട്ടൻഷ്യൽ ഉള്ള പടമാണ്. അപ്പൊ ഇത് മലയാളത്തിൽ ഒതുങ്ങുന്ന ഒരു പേരിട്ട് കഴിഞ്ഞാൽ മലയാളികൾക്ക് അത് റിലേറ്റ് ആവും, ബാക്കി ആൾക്കാർക്ക് ഇത് അപ്പോഴും ഒരു മലയാളം പടമാണ്. നമ്മുടെ ബാക്കി പടങ്ങൾക്കൊക്കെ അങ്ങനെ മഞ്ഞുമ്മൽ ബോയ്സ്, മഞ്ജുമ്മൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവർക്കത് പറയാൻ പറ്റണം, 1. 2, ഇതെല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണം ഇതിന്റെ മീനിങ്. അപ്പൊ കുറച്ച് സാൻസ്ക്രിറ്റ് പോണം. പക്ഷെ ഇത് അപ്പുറത്ത് ഇന്ത്യക്കും പുറത്ത് റീച്ച് പോയാലോ, അപ്പൊ ആൾക്കാർക്ക് സാൻസ്ക്രിറ്റിന്റെ അപ്പുറത്തേക്ക് ഒരു ഇംഗ്ലീഷ് ഫീലിംഗ് കിട്ടണം. അപ്പൊ ഇങ്ങനെ പല പാരാമീറ്റേഴ്സ് ഞാൻ നോക്കി. പിന്നെ ഫ്രാഞ്ചൈസിക്കാണ് ഇവർ എൻ്റെ അടുത്ത് പേരിടാൻ എസ്പെഷ്യലി പറഞ്ഞത്, ഈ സിനിമയ്ക്ക് മാത്രമല്ല. ഞാൻ ലിറ്ററലി ഒരു 5 സിനിമയ്ക്കാണ് പേരിടാൻ പോകുന്നത്. ഇതിന്റെ ചാപ്റ്റർ 2, 3, 4, 5 ഈ പേരായിരിക്കും എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ ലോക എന്ന് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ യൂണിവേഴ്സ്. ലോക എന്ന് പറയുമ്പോൾ തന്നെ യൂണിവേഴ്സ് ആണ്. ഇപ്പൊ ഇവര് ഒരു യൂണിവേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ഏത് മലയാളിക്കും തമിഴനും ഹിന്ദിക്കാരനും ഇനിയിപ്പോ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ പോലും ലോക എന്ന് കേട്ടാൽ കണക്ട് ആവും. അപ്പൊ ഞാൻ എഴുതി കൊടുത്തു ഡൊമിനിക്കിന്റെ അടുത്ത് LOKAH. എന്റെ മലയാളത്തിൽ ഞാൻ ലോക എന്ന് എഴുതിയിട്ട് ഇതിട്ട് കൊടുത്തു. അപ്പോൾ അപ്പം ഫിക്സ് ഒന്നും ഇമ്മീഡിയറ്റ്ലി ഒന്നും പറഞ്ഞില്ല, കൊള്ളാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ലോക എന്നുള്ളത് ഫിക്സ് ചെയ്തു എന്നോട് പറഞ്ഞു. അപ്പം ഓക്കെ, കറക്റ്റാന്ന് എനിക്കറിയാം. പിന്നീട് ഇത് സിനിമ റിലീസിന്റെ അടുപ്പിച്ച് ഹോർഡിങ്സ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോ കൊടുത്തു. അത്ര എളുപ്പത്തിൽ കൊടുക്കണ്ടായിരുന്നു അങ്ങനെ. പിന്നെ അത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ച വേറൊരു കഥയ്ക്ക് ഞാൻ ഇട്ടിരുന്ന ഡമ്മി ടൈറ്റിലായിരുന്നു എന്റെ തന്നെ, അതെടുത്ത് കൊടുത്ത്. പക്ഷെ അത് വെരി ഹാപ്പി ദാറ്റ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്. പിന്നെ അത് അവർ അക്നോളജ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടത് പേഫെയറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്കൊന്ന് 2025 എൻ്റെ അച്ചീവ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ പാട്ടുകൾ സൈഡിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ആ ലോക എന്ന് പറഞ്ഞ ഇന്ത്യക്കാരെല്ലാവരും അറിയുന്ന പേരല്ലേ ഇപ്പൊ. അപ്പൊ ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ മാത്രമല്ല, ഒരു ന്യൂസ് കട്ടിംഗ് ആണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗണിതശാസ്ത്ര ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വിനായക് S. അയ്യോ, ഇത് എവിടുന്ന് നോക്കി? ഇത് ഞാൻ തന്നെ എപ്പോഴെങ്കിലും പണ്ട് അപ്ലോഡ് ചെയ്തായിരിക്കുമല്ലോ. ഇത് അതിൽ സൂം ചെയ്ത് കാണിക്കോ? ഞാനത് ഇട്ട് കൊടുത്ത എന്തായാലും കൊടുക്കാം അതില്. അത് ഞാൻ ചോദിച്ചത് ഈ അക്കങ്ങളെ പ്രണയിച്ച ആളെങ്ങനെ ചതുർഭുജ വടിവിൽ തെറ്റി. ഇതിപ്പോ എങ്കെ പാത്രക്ക തരും ഇപ്പൊ പുരിയതാ. എല്ലാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇയാൾക്ക് എങ്ങനെ ഇത്ര മാത്സ് അറിയാം. ഞാൻ 5ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചത്. എന്റെ വീട്ടുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു
സ്റ്റേറ്റ് സിലബസിൽ വിടണം. DPEP അന്ന് അതെ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ DPEPയുടെ സ്റ്റേറ്റ് സിലബസിൽ മലയാളം മീഡിയത്തിൽ വിട്ടാൽ മതി എന്നുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു കാണും അവരുടെ അടുത്ത്, എന്തിനാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടാൽ പോരെ? അതിന് പ്രയോജനം ഉണ്ടായത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം അല്ല, അന്നേ പ്രയോജനം ഉണ്ടായി. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഓർമ്മ പുതുക്കിയെടുക്കലായിരുന്നു ഈ പൈങ്കിളിയിലെ പാട്ട് എഴുതിയത്. ഇപ്പോഴാണ് ഗണിതശാസ്ത്ര ക്വിസും ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ എപ്പോ നമുക്ക് യൂസ് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ 10-50 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ശരിക്കും ഈ എനിക്കറിയാം ക്വിസ് മത്സരത്തിന് പോയ ഒരാളെന്നുള്ള രീതിയിൽ മാത്സ് ക്വിസ് എത്ര പേർക്ക് ഇഷ്ടം ഉണ്ടാവുന്നില്ല. പക്ഷെ ആക്ച്വലി ഒന്ന് അക്കങ്ങളോട് ഇഷ്ടമുള്ള ഒരാളായിരുന്നോ? ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഒരു പഠിപ്പിസ്റ്റായിരുന്നു. അത് പിന്നെ ഒരു ബാധ്യതയായി മാറി. കാരണം ഒരു ആഫ്റ്റർ പോയിന്റ് നമ്മൾ ഉഴപ്പാൻ തുടങ്ങി. ഇവൻ ഉഴപ്പുന്ന തീരെ വർക്കൗട്ട് ആവില്ല ആർക്കും. ബാക്കി ഉഴപ്പി കഴിഞ്ഞാൽ ശീലമായല്ലോ. ഇതങ്ങനെയല്ല. ഞാനൊരു 10ാം ക്ലാസ് വരെ ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു. 11 മുതൽ ഉഴപ്പാൻ തുടങ്ങിയത്. അപ്പോൾ 11-12 കുറച്ച് ഉഴപ്പി. 12 കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി പിന്നെ എനിക്ക് എൻ്റെ ഫീൽഡ് വേറെ ആർട്സിലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മൊത്തത്തിൽ ഉഴപ്പി. എന്നാലും ഞാൻ MSc വരെ പഠിച്ച് വേറെ അതിൻ്റെ ജോലിയൊക്കെ എടുത്തു കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ഇത് പണ്ട് മുതൽ അങ്ങനെ പഠിക്കാൻ പല കാര്യങ്ങളും. എനിക്ക് മത്സരങ്ങൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്വിസ് മത്സരമൊക്കെ ഉണ്ടെങ്കിൽ പേര് കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. തോറ്റാലും കുഴപ്പമില്ല, പോയിരിക്കും. അതുപോലെ തന്നെ കഥാരചന, കവിതാരചന, അങ്ങനെ മോണോ ആക്ട്, മിമിക്രി, എല്ലാത്തിലും പേര് കൊടുക്കും. ഏതെങ്കിലും വാക്കുകൾ നമ്മൾ റിപ്പീറ്റ് വരുമല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്കുകളുണ്ടാവും. അപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് റിപ്പീറ്റ് യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ വരും. എനിക്കൊക്കെ ചിലപ്പോൾ ചീത്തയേക്കാറ്, ഇതെന്താ നീ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത്? അങ്ങനെയുള്ള വാക്കുകൾ പാട്ട് എഴുതാൻ നേരം ഇത് ഞാൻ മറ്റേ യൂസ് ചെയ്തില്ലേ വേണ്ട അങ്ങനെ വെക്കാറുണ്ടോ? ചില സമയത്ത് വെക്കാറുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പൊ ട്യൂൺ ഇട്ടിട്ടാണല്ലോ പാട്ട് വരുന്നത്. അപ്പോൾ ഒരു മീറ്ററിൽ ചിലപ്പം പെട്ടെന്ന് ആ മീറ്റർ പാട്ട് ട്യൂണ് കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റ് ലെവൽ കുറെ വാക്കുകൾ ഉണ്ടാവും. അത് കുറെ യൂസ് ചെയ്തതായിരിക്കും. അപ്പം ആദ്യം അതൊക്കെ എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് വാക്ക് എഴുതി പോയിട്ട് എന്തെങ്കിലും നിവർത്തിയാറുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വാക്ക് തിരിച്ചിട്ടുള്ളൂ. മലയാളത്തിൽ കുറെ സ്റ്റോക്ക് വാക്കുകളുണ്ട് പാട്ടെഴുതാൻ. ടിപ്പിക്കലി ഈ ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ? പണ്ട് ഇന്നുവരെ സ്ഥിരം പാട്ടുകളിൽ എഴുതാൻ എളുപ്പമുള്ള കുറെ വാക്കുകളുണ്ട്. മേഘം, മഴ, കാറ്റ്, നിലാവ്, കിനാവ്, ഓളം, തീരം, കിളി, ഇതൊന്നും ഇല്ലാത്തൊരു പാട്ട് കേൾക്കാൻ പാടാ. അപ്പൊ അത് വെച്ച് പക്ഷെ നമ്മൾ എന്ത് കോൺസെപ്റ്റ് എഴുതുന്നുള്ളതല്ലോ കാര്യം. അതൊന്നും ഇല്ലാതെ പാട്ട് എഴുതാനൊന്നും പറ്റില്ല. പക്ഷെ പരമാവധി നമ്മളൊരു പുതിയ പാട്ട് വരുമ്പോൾ അതൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അത് തന്നെ വേറെ രീതിക്ക് കേൾക്കാത്ത രീതിക്ക്. ഇപ്പൊ പവിഴ മഴയെന്ന് പറയുമ്പോ മഴയാണെങ്കിലും എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഒക്കെ അങ്ങനെ പിടിച്ചിട്ടെ. ഇപ്പൊ മേഘം എന്നുള്ളടത്ത് കുഞ്ഞിക്കവിൾ മേഘമേന്ന് ഇടുമ്പോ മാറുന്ന പോലെ കളർ മാറ്റി ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പവിഴമഴ അതുവരെ കേൾക്കാത്തൊരു മഴയാ. അല്ല പിന്നീടൊക്കെയാണ് ഞാൻ മറ്റേ പ്രണയമണിത്തൂവൽ നമ്മൾ എഴുതിയപ്പോ ഞാൻ വിചാരിച്ചു അതുവരെ കേൾക്കാത്തൊരു മഴ ഞാൻ എഴുതിയെന്ന്. അതും ഈ പവിഴമഴയെ എന്ന് പറയുമ്പോഴും രണ്ടിനെ നമുക്ക് രണ്ടായി കാണാം. അതാ ഞാൻ പറഞ്ഞത്. ഇൻഫാക്ട് പ്രണയമണിത്തൂവലിന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോങ്ങിലൊക്കെ പവിഴമഴ എന്നുള്ള അത് ഏതോ റാൻഡംലി എവിടെയാ വെച്ച് കേട്ടതാ. അതിങ്ങനെ പോകും. പക്ഷെ തുടക്കം തന്നെ പവിഴമഴയായിട്ട് വരില്ല. വന്നിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഒരു കൗതുകം വേറെ തന്നെയായിരുന്നു. വാഴയില് ബാക്കിംഗ് വോക്കൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട്. കൂടാതെ തന്നെ പിന്നെ തൊട്ടാവാടി അത് തമാശയായിട്ട് ആനന്ദന്റെ ഇന്റർവ്യൂല് ആ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രണയമാണ്, കോളേജ് പ്രണയമാണ്. പക്ഷെ പ്രണവ് ശശിയെ കൊണ്ടാണ് അത് പാടിച്ചത്. ആ തീരുമാനം എങ്ങനെയായിരുന്നു? ഐ തിങ്ക് ഞാനായിരുന്നു സജസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു പ്രണവ് ശശിയുടെ പേര്. ബിക്കോസ് ഞങ്ങള് കുറെ പാട്ട് വർക്ക് ചെയ്തു. ആദ്യം വരുന്നത് തുണ്ടെന്നുള്ള സിനിമയിലെ വാനിൽ നിന്നും താഴെ താഴെ ഭൂമി എന്നൊരു തുണ്ട്, ആ പാട്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോപിച്ചേട്ടൻ ചെയ്ത പാട്ടാ. അതിലാണ് ഞാനും പ്രണവ് ശശി എന്നുള്ളൊരു കോമ്പിനേഷൻ ആദ്യം വരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ആവേശത്തിന്റെ വർക്ക് നടക്കുന്നതും അർമാദം എന്നുള്ള പാട്ടിന് വേണ്ടിയിട്ട്. അവിടെ ഞാനാണ് സുഷിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പേരുണ്ട്, ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ അവര് ജിത്തു ഈ പാട്ട്, തുണ്ടിലെ പാട്ട് ജിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അതിൽ പാടിച്ചു. പിന്നീട് ഞാൻ എവിടെ പോകുമ്പോഴും ഇത്തരത്തിൽ കുറച്ച് ക്വെർക്കിയായിട്ട് ഫൺ മൂഡുള്ള പാട്ടുള്ളപ്പോൾ ഞാൻ ആദ്യം ത്രോ ചെയ്യുന്ന പേരുകളിലൊന്ന് പ്രണവ് ശശി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് എനിക്ക് എഴുതാനും എളുപ്പമാണ്. അദ്ദേഹമാണ് പാടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഫണ്ണി ആയിട്ട് ചില വാക്കുകൾ, ഇപ്പൊ ഇംഗ്ലീഷൊക്കെ അദ്ദേഹം പാടുമ്പോൾ ഒരു സേഫായിട്ട് കയറിപ്പോവും. നല്ല അടിപൊളി സിംഗറാണ്. അപ്പൊ അങ്ങനെയാണ് തൊട്ടാവാടി. അപ്പൊ അതിനകത്ത് ഹാർട്ട് ബീറ്റ്, ക്യൂട്ടി പയ്യെ, സ്വീറ്റ് പപ്സ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അത് വേറൊരു സിംഗർ വന്ന് മെലോഡിക്കായിട്ട് പാടി ഭയങ്കര ക്രിഞ്ചാവും. പക്ഷെ ഇത് പ്രണവ് ശശിയാണെന്നുള്ള അഷ്വറൻസ് നമുക്ക് കിട്ടുമ്പോൾ ഹാർട്ട് ബീറ്റ്, ക്യൂട്ടി പയ്യെ അങ്ങനെ പാടുള്ളൂ. അപ്പൊ അതിലൊരു സെൻസ് ഓഫ് ഹ്യൂമർ വരും സെയിം ലൈൻസിന്. അത് പിന്നീട് ഞങ്ങൾ ഒരുപാട് പടങ്ങൾക്ക് ഇപ്പൊ ഒരുമിച്ച്
വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എനിക്ക് 5-10 പാട്ടുകളെങ്കിലും. പല പാട്ടുകളും ഉണ്ട്. ഈ ബാക്കിംഗ് വോക്കൽസ് നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആനന്ദ് ഉണ്ട്, പാർവതീഷ് ഉണ്ട്. അന്ന് ആനന്ദ് പാർവതീഷ് ഞാനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ലിറിക്സ് ഒക്കെ എഴുതി കഴിഞ്ഞു. അപ്പൊ ഇത് ബാക്കിയുള്ളവരെ കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെയും അല്ലെങ്കിൽ ടീമിലുള്ള വിപിൻ ദാസ് അങ്ങനെയുള്ളവരെ കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് പാടി കേൾപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം എന്നാൽ പിന്നെ പാർവതീഷ് തന്നെ മെയിൻ ലീഡ് പാടട്ടെ. അപ്പൊ ബാക്കിംഗ് വോക്കൽസിന് വേറെ പാടാൻ അവിടെ ആരും ഇല്ല. അപ്പൊ ഞാനും ആനന്ദും കൂടെ ഒക്കെ തന്നെ കയറി പാടി ഹാർട്ട് ബീറ്റ്. ആനന്ദന്റെ ഭീമൻ രഘുവിന്റെ ശബ്ദത്തിൽ അപ്പൊ മറ്റേ പാർവതീഷ് അവിടെ നിന്ന് ഞങ്ങളിപ്പോ ഹാർട്ട് ബീറ്റ് ക്യൂട്ടിപ്പൈ അപ്പൊ ഇനി വേറെ ശബ്ദത്തിൽ പാടും. അപ്പൊ എന്തിനാ ഒരു 3-4 ലേയേഴ്സ് സാധനം വേണം ഈ മറ്റേ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറിൽ. ഇത് ഒരുമിച്ചാ കേൾക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ 3-4 സിംഗേഴ്സ് ഇല്ലല്ലോ. അപ്പൊ വേറെ വേറെ സൗണ്ടിൽ പാടുവോ? അപ്പൊ പാടാം. അപ്പൊ ആദ്യത്തെ ഭീമൻ രഘുവിന്റെ സൗണ്ട് ഹാർട്ട് ബീറ്റ് ക്യൂട്ടിപ്പയ്യേ ഓക്കെ ആണെന്ന് പാർവതീഷ് പറയുന്നു. പാർവതീഷിന് മലയാളം ഒന്നും കാര്യമായിട്ട് അറിയില്ല. നോർത്ത് ഇന്ത്യ ജീവിച്ച ആളാ. അത് കഴിഞ്ഞിട്ട് പല നടന്മാരുടെ സൗണ്ടിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞ് ലാലിന്റെ സൗണ്ടിൽ അങ്ങനെ പല സൗണ്ടിൽ ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞ് പല സൗണ്ടിൽ ഞങ്ങൾ അങ്ങ് പാടിയത്. തമാശ എന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷെ അവസാനം വിളിച്ച് പറഞ്ഞ് പാട്ടിൽ ഇതുണ്ടെന്ന്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആനന്ദ് ഭീമന്റെ കൂടെ ശബ്ദം എടുത്തിട്ട് ഞാനതാ അപ്പൊ ഫ്രഷ് ആയിട്ട് ഞാൻ അപ്പോഴാ കേൾക്കണം. എനിക്ക് ഞാൻ നോക്കുമ്പോ പടത്തിന്റെ ഡയറക്ടറാണ് മിസ്റ്റർ നിങ്ങളെന്താണ് ഇങ്ങനെ. ഡയറക്ടറിന്റെ എങ്ങനെയാകും പിന്നെ നമുക്ക് ലൈസൻസ് ആണ്. തീർച്ചയായിട്ടും അതെടുത്ത് വച്ചു പാട്ടിലെന്നുള്ളതാണ്. പിന്നെ റിപ്ലേസ് ചെയ്തില്ല. ഞങ്ങൾ വിചാരിച്ചു റിപ്ലേസ് ചെയ്യുമെന്ന്. ഏയ് ബനാനെ അതുപോലെ തന്നെ നിങ്ങൾ ചേർന്ന് ചെയ്തിരുന്നതാണ് അല്ല. ഏയ് ബനാനെ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ അതിനൊന്നും അധികം തല പിടിക്കേണ്ടി വന്നിട്ടില്ല ഈ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് അല്ലേ. വാഴയിൽ അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഈ ഏ ബനാന എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താണ് ക്യൂരിയോസിറ്റിയിൽ തന്നെ ഹുക്കുണ്ട്. നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നു പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ഏ ബനാനെ ഒരു പൂ തരാമോ ഒക്കെ ഇത് ക്ലിക്ക് അതിൽ തന്നെ ഒരു ക്ലിക്കായി ആ ലൈൻ വന്നപ്പോ തന്നെ. പടക്കളത്തിലെ ചതുരംഗ പോരില് ബേബി ജീൻ പാടിയ പാട്ട്, ബേബി ജീന്റെ ലിറിക്സിനോട് നമ്മൾ പെട്ടെന്ന് ബേബി ജീൻ തന്നെയാണ് എഴുതിയെന്ന് തോന്നും. പക്ഷെ ഒരു റാപ്പ് ട്രൈ ചെയ്യാന്നുള്ളത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വളരെ ബേബി ജീനുമായിട്ട് സ്വീറ്റായി പോകുന്ന പുള്ളിക്ക് ചേർന്ന വരികളല്ലേ. അതെങ്ങനെ എഴുതിണ്ടായിരുന്നു? അത് നേരത്തെ പറഞ്ഞല്ലോ, സിംഗർ ആരാ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അത് അതിനു മുമ്പ് സംഭവിച്ചത് മാർപ്പാപ്പ എന്ന് പറഞ്ഞ പാട്ട്, മാർക്കോയിലെ. അപ്പോൾ ബേബി ജീൻ പാടുമ്പോൾ കുറച്ച് ബേസ് വോയിസ്, കുറച്ച് സ്വാഗ് ഇതൊക്കെയാണ് ചേരുന്നത്. അപ്പോൾ അത് മാർപ്പാപ്പയിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നു. കുർബാന കൂടണ്ട ആ സാധനം ഉണ്ടല്ലോ, കുർബാന കൂടണ്ട ഒന്നിൻ്റെ മാർപ്പാപ്പ, അത് സെറ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ് പ്ലേസ്മെൻറ്റാണ്. കാരണം ഇതിനകത്ത് ആ ഷറഫിൻ്റെ ക്യാരക്ടറിൻ്റെ സ്വാഗാണ് പടത്തിലും. ഇറ്റ് ഹെൽപ്ഡ്. നമുക്ക് ഇനി ഇല്ലാത്ത സ്വാഗ് ഉണ്ടാക്കിയെടുക്കണ്ട. അപ്പോൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ പവർ എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിയിരിക്കുന്ന ഒരാളുടെ സംഭവം. അപ്പോൾ അത് കറക്റ്റായിട്ട്. പിന്നെ ചതുരംഗപ്പോര് എന്നുള്ള ഒരു പരിപാടി, അതൊക്കെ കറക്റ്റ് വാക്ക് സെറ്റായി കിട്ടി. അത് ബേബി ജീം എന്ന് പാടിയപ്പോൾ സ്വാഗ് ഇരട്ടിച്ചു. രാജേഷ് മുരുകേഷിന്റെ കൂടെ അധികം കോമ്പിനേഷൻ അങ്ങനെ ചെയ്യാണ്ടി വന്നിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങള് 1-2 പടങ്ങളിൽ ഇങ്ങനെ എഴുതി ആ പടം നടക്കാതെ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ട് രാജേഷ് ചേട്ടനായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ ഭയങ്കര ഇൻ ടച്ചിലുള്ള ആൾക്കാരാണ്. ഞങ്ങളൊരു അവാർഡ് ജൂറിയിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു രാജേഷ് ചേട്ടൻ. അപ്പൊ അങ്ങനെ ഇൻ ടച്ചിലുള്ള ആൾക്കാരാണ്. ഇങ്ങനെ പടം നടന്നു വന്നത് എനിക്ക് തോന്നുന്നു ഫൈനലി പടക്കളമാണ്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്റെ ഓർമ്മയിലും രാജേഷ് ചേട്ടന്റെ ശബരി ചേട്ടനാണ് കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഇനിയും അങ്ങനെ കേൾക്കാൻ തന്നെ വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് രാജേഷ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ടിപ്പിക്കലി ചെയ്യുന്ന ഒരു അപ്രോച്ച് അല്ല, ഒരു സിഗ്നേച്ചർ ഉണ്ട് രാജേഷ് ചേട്ടന്റെ പാട്ടുകൾക്ക്. ഇപ്പൊ മറ്റേ പടക്കളത്തിന്റെ ലാസ്റ്റ് പാട്ടില്ല, മറ്റേ കാലം ഇത് പടക്കാലം ഇത് പണ്ടവർക്ക് കലി പിടിച്ചാടും ഒരു അങ്ങനത്തെ പാട്ടുകൾ ഭയങ്കര രസമാണ്. പുള്ളി ചെയ്യുമ്പോൾ ഭയങ്കര എനർജിയാണ്. ഒരിടത്തും ഒരു എനർജി ഡിപ്പ് ആവില്ല. നമുക്ക് പിസ്തയൊക്കെ കേൾക്കുമ്പോൾ അറിയാലോ. പുള്ളി അതിൽ ചെയ്ത അതിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരിടത്തും ഒരു എനർജി ഡിപ്പ് ആവില്ല. അപ്പൊ അത് ഭയങ്കര അടിപൊളിയാണ്, അടിപൊളി പരിപാടിയാണ്. ഈ ഏത് മൂഡ്, ഓണം സമയത്ത് നമ്മൾ വാഴ പറഞ്ഞ പോലെ നിരത്തി കേട്ടിരുന്ന പാട്ടാണ്. ഏത് മൂഡ് എന്നൊക്കെയാണ് ഓണത്തിന് ആലോചിച്ചത്. അഗെയിൻ ഇംഗ്ലീഷ് വേർഡ്. എന്തായിരുന്നു ഫ്രഷ് ഓണം സോങ്? അങ്ങനെ അല്ല, അത് ഓണം വരുമ്പോ തന്നെ നമുക്ക് നമ്മുടെ മൂഡ് തന്നെ മാറില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോ ജനുവരി മുതൽ ഇങ്ങനെ പോവുക, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. ഏതോ ഒരു സമയത്ത് നമ്മള്
ഏതെങ്കിലും കടയിൽ നിന്ന് കേൾക്കും മൂഡ് മാറി, എത്തി ഓണെത്തി. പിന്നെ നമ്മുടെ മൂഡ് അതാ. അപ്പൊ എന്തെങ്കിലും കാര്യപരിപാടികൾ കാണും, ഇവന്റ്സ് വരും, നമ്മൾ പിന്നെ അതിന്റെ വെക്കേഷൻ പ്ലാൻ ചെയ്യും. മൊത്തത്തിൽ മൂഡാണ്. ഓണം ഒരു മൂഡാണല്ലോ. നമ്മൾ ടിപ്പിക്കലി കഴിക്കാത്ത സദ്യ നമ്മൾ കഴിക്കുന്നു, ഭക്ഷണത്തിന്റെ മൂഡ് മാറി, നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ മൂഡ് മാറി, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആൾക്കാർ, പുറത്തുനിന്നുള്ള ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ വീടിന്റെ അതുവരെയുള്ള മൂഡ് മാറി. അപ്പൊ മൂടെന്നുള്ള വാക്ക് ഓണത്തിന് ഭയങ്കര മാച്ചാ. അപ്പൊ അതൊന്ന്. രണ്ട്, പാട്ടിന്റെ ബേസിക് തോട്ട് എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഇഷ്ടം പോലെ മെലഡി പാട്ടുകൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. മലയാളി ഉണ്ടായ കാലം മുതലേ ഓണപ്പാട്ടുകൾ, ക്ലാസിക് ആയിട്ടുള്ള പാട്ടുകൾ, മെലഡി പാട്ടുകളുണ്ട്. അപ്പൊ അത്രയും മെലഡി പാട്ടുകളുടെ കൂടെ ഒരു മെലഡി പാട്ടും കൂടെ വീണ്ടും ചെയ്യണോ? ചെയ്തിട്ട് കാര്യമുണ്ട്. വീണ്ടും ഇറങ്ങും ഒരു 5 മെലഡി 10 മെലഡി എല്ലാ ഓണത്തിന് വീണ്ടും ഇറങ്ങുന്നുണ്ട്, സിനിമാ പാട്ടുകൾ, ആൽബം സോങ്സ്. അപ്പൊ മാറി നിൽക്കുന്ന ഒരു ചിന്ത എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ബിപിൻ അശോകും അതിന്റെ ഡയറക്ടറുടെ പേര് ബിപിൻ കൃഷ്ണ, കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞത് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു ഓണപ്പാട്ട് വേണം എന്നുള്ളത്. അപ്പൊ 2024 ഓണം ഞാൻ നോക്കിയപ്പോ ഇല്ലുമിനാറ്റി ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ആൾക്കാര്. വേട്ടയ്യനിലെ മറ്റേ മനസ്സിലായി ഒരു ഡാൻസ്, ഇതൊക്കെയാണ് ഡാൻസ് കളിക്കാൻ ഉപയോഗിക്കുന്ന പാട്ട്. അപ്പൊ ഓണത്തിന് ഡാൻസ് കളിക്കാൻ എന്തുകൊണ്ട് ഒരു ഓണപ്പാട്ട് വേണ്ടേ നമുക്ക്? അല്ലാതെ ഓണപ്പാട്ട് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ പായസം കുടിച്ച് മത്ത് പിടിച്ചിരിക്കുമ്പോ കേൾക്കുന്ന പാട്ടുകളാണ് ഇപ്പൊ ഉള്ള പാട്ടുകൾ, മെലഡി പാട്ടുകൾ. അല്ലെങ്കിൽ രാവിലത്തെ പുലരി, ഫ്രഷ് പുലരി, ആ മൂടുള്ള പാട്ടുകളുണ്ട്. പക്ഷെ അടിച്ചു പൊളിക്കുന്ന ഒരു വൈബ് പാട്ട് വേണ്ട ഓണത്തിന് എന്നുള്ള ചിന്തയിലാണ് ഓണം മൂഡ് വരുന്നത്. അത് വളരെ പർട്ടിക്കുലർലി തന്നെ സോഷ്യൽ മീഡിയ ആൽഗോരിതത്തിൽ വർക്കൗട്ടായി ഹിറ്റ് അടിക്കണം എന്ന് തീരുമാനിച്ചു. 100%. കാരണം ആ സിനിമ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സിനിമയാണ്. അതിന്റെ ഡയറക്ടറിന്റെ മുമ്പത്തെ സിനിമ 21 ഗ്രാംസ് ഉഗ്രൻ സിനിമയാണ്. അതിലെ പാട്ടൊക്കെ വിജനമാം താഴ്വാരം എന്നുള്ള പാട്ടൊക്കെ വളരെ സോൾഫുൾ മെലഡി ഒക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ, പിന്നെ എന്റെ പ്രൊഡ്യൂസറിന്റെ മുമ്പത്തെ സിനിമയാണ് ഫിനിക്സ് എന്നുള്ള സിനിമ, എന്നിലെ പുഞ്ചിരി നീയും, ചിത്രേച്ചി പാടിയ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്. അപ്പൊ അവരുടെ അടുത്ത സിനിമയാണ്. അപ്പൊ ഈ പാട്ട് ഹിറ്റായിട്ടാണ് ഈ സിനിമയ്ക്ക് ഒരു അറ്റൻഷൻ കിട്ടേണ്ടത്. കാരണം ഇതിന്റെ ആ സിനിമയുടെ പ്രൊമോ സോങ്ങാ. അപ്പൊ നമുക്ക് ആവേശത്തിൽ ഒരു സെൻസിബിലിറ്റിയിലല്ല നമ്മൾ സാഹസത്തിൽ വർക്ക് ചെയ്യുന്നത്. ആവേശം പോലത്തെ ഒരു പടം ഞാൻ കമ്പയർ ചെയ്യുന്ന, ബിക്കോസ് ആവേശം ഓൾറെഡി ഹൈപ്പിൽ വരുന്ന ഒരു പടമാണ്, അറ്റൻഷൻ ഉണ്ട് ആ പടത്തിന്. ഇവിടെ പാട്ട് വന്നിട്ട് പാട്ട് ഈ സിനിമയ്ക്ക് അറ്റൻഷൻ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ എക്സ്ട്രാ കൊമേഴ്ഷ്യൽ ആവണം, അതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ പ്രൊമോ സോങ് അടിക്കണം, ഹിറ്റ് അടിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം കമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഹുക്ക് ഫിഗർ ഔട്ട് ചെയ്തു, ഞാൻ വിപിനും കൊണ്ടിരുന്നിട്ട് ഏത് മൂഡ്, ഓണം മൂഡ് എന്ന് വയ്ക്കാം എന്നുള്ളത്. അപ്പൊ അവിടെ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അതിൽ നിർത്തണ്ട, അത് ലാസ്റ്റ് ലൈനാക്കി വെച്ചോ, ബാക്കി കാര്യങ്ങൾ അതിന് മുമ്പ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഏത് മൂഡ്, സാരി മൂഡ്, ഏത് മൂഡ്, മുണ്ട് മൂഡ്, ഏത് മൂഡ്, പായസം മൂഡ്, ഏത് മൂഡ്, പപ്പടം മൂഡ്, ഏത് മൂഡ്, അവസാനം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഓണം മൂഡ് എന്ന് പറയുമ്പോൾ അത് ഒരു ബോട്ടം ലൈൻ ഇട്ട് ഒരു സ്റ്റാൻസ് ഫിനിഷ് ചെയ്യുന്ന ഫീൽ കിട്ടും. അങ്ങനെ ബിപിൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്തു. തട്ടറവും തൂക്കറവും മൂടായിരുന്നു. നമ്മൾ ഹിറ്റ് അടിക്കുന്നു പറയുമ്പോൾ നമുക്ക് എളുപ്പമല്ലല്ലോ, നമ്മൾ ഹിറ്റ് അടിക്കാന്നൊക്കെ പറഞ്ഞ എല്ലാ പാട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്താൽ ഹിറ്റ് ആവണമെന്നില്ല. പക്ഷെ ഇത് കറക്റ്റ് പ്ലാൻ ചെയ്ത് അടിച്ച ഹിറ്റാണ്. അതിന്റെ ഒരു പ്രഷർ ഭയങ്കരല്ലേ, നമ്മള് ഹിറ്റ് അടിക്കണം എന്നും പറഞ്ഞ് എഴുതി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ പ്രഷർ ഭയങ്കരമാണ്. പക്ഷെ ഹുക്ക് ലൈൻ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് വരും, ഇത് നമ്മൾ തൂക്കും എന്നുള്ള പരിപാടിയാണല്ലോ. അത് ഓണം മൂഡിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഒന്നത് ഓണത്തിന് ആൾക്കാർക്ക് പുതിയ പാട്ട് വേണമായിരുന്നു. കുറെ കാലമായിരുന്നു ഒരു ഓണപ്പാട്ട് പുതിയത് ഹിറ്റ് അടിച്ചിട്ട്. അപ്പൊ തിരുവാവണി രാവ് ആണ് ഇല്ല. അപ്പൊ തിരുവാവണി രാവ് വളരെ ബ്യൂട്ടിഫുൾ മെലോഡിക് മൂഡിലുള്ള പാട്ടല്ലേ, അതിന് ഒരു ചേഞ്ച് എന്തായാലും വേണം എന്നുള്ളത്. അതാണ് ഓണം മൂഡ് കൊണ്ടുപോയത്. ആശാനില് തന്നെ കുഞ്ഞു ചില്ലിനാൽ കാഴ്ചയൊപ്പിടും എന്ന് ക്യാമറയെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത് പകരം ഇംഗ്ലീഷ് വാക്കുകളുള്ള സാധനങ്ങളെ മലയാളീകരിച്ച് കുറച്ച് സാഹിത്യപരമായി ഒക്കെ പറയാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാലോചിച്ചാൽ എങ്ങനെയാ വരി? സിനിമയ്ക്ക് തന്നെ ട്രിബ്യൂട്ട് ആവണം അതിലെ 1-2 പാട്ടുകൾ എന്നുള്ളത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ചിറകെ ചിറകെ എന്നുള്ള പാട്ടിലെ വരിയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അത് ഒരുപാട് നാള് സിനിമ സ്വപ്നം കണ്ട് ഒടുവിൽ സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു ഫീല് അത് അനുഭവിച്ചു തന്നെ അറിയണം. അപ്പോൾ അത് എഴുതി ലാസ്റ്റ് ലൈൻ എത്തിയപ്പോഴേക്കും കുഞ്ഞു ചില്ലിനാൽ കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ, അത് സിനിമയുടെ ഡെഫിനേഷനാണ്. കുഞ്ഞു ചില്ല് കൊണ്ട് കാഴ്ചയൊപ്പുന്ന മന്ത്രജാലമാണ് സിനിമ. അപ്പൊ ലൈൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചില്ലിനാൽ കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിടാം, താങ്ക് യു സിനിമ എന്നുള്ളതാണ് അതിന്റെ ലൈൻ. അതുപോലെ തന്നെ ആ സിനിമയിലെ നിറങ്ങളായിരങ്ങൾ എന്ന് പറഞ്ഞ വേറൊരു പാട്ടുണ്ട്, SPBയുടെ മകൻ SPB ചരൺ പാടിയ പാട്ട്. അതിനകത്തുകൊണ്ട് എന്നിലെ രക്തമേ മിന്നിടും ചിത്രമേ എന്നിലെ രക്തമേ സത്യമുള്ള ഒരു അഭ്രപാളിയെ എന്ന് പറഞ്ഞിട്ട് സിനിമയെ പറ്റി, സിനിമയ്ക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട്.
അത് ആ സിനിമ എന്ന് തന്നെ പറയുന്നത് അങ്ങനെയാണല്ലോ ജോണേട്ടൻ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെ. എനിക്ക് തോന്നുന്നു സിനി ഫൈൽസിന് അത് ഭയങ്കരമായിട്ട് സിനിമ ആഗ്രഹിക്കുന്നവർക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ വരികൾ. എന്നോട് കൂടുതലും ഈ വരികളെ പറ്റി സംസാരിച്ചപ്പോൾ ഇവിടെ ഉള്ള പോലെ സിനിമ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കാണ് അത് വളരെയധികം ടച്ച് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ആശാനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയുക, കുഞ്ഞുങ്ങൾ മേഖല സൂപ്പർ ഹിറ്റായി. അതിനകത്ത് ചിറകെ ചിറകെ എന്നൊരു പാട്ടും പിന്നെ ഏറ്റവും അവസാനം ഇപ്പം റിലീസായ MG ശ്രീകുമാർ പാടിയൊരു മെലഡി ചിന്നാമ്പൽ കുരുന്ന് എന്നൊരു പാട്ടുമുണ്ട്. അത് കുഞ്ഞിക്കവൽ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പാട്ടുകളാണ്. അത് എല്ലാവരും കേൾക്കുക. അത് ഈ പറഞ്ഞ എനിക്കൊന്ന് തനിയെ വഴികൾ ഗപ്പി ഇറങ്ങിയപ്പോഴല്ല, 1-2 വർഷം കഴിഞ്ഞാണ് അത് ഹിറ്റ് ചെയ്തത്. അപ്പൊ അതുപോലെ ഹിറ്റ് ചെയ്യുന്നതാണ്. അത് ഞാനൊരു തിരി കൊളുത്തി വെക്കാൻ പറ്റിയ ഇന്റർവ്യൂവിൽ കൊളുത്തി വെക്കാൻ വേണ്ടിയാ പറഞ്ഞു. ചിന്നാമ്പലും കുഞ്ഞിനെ പറ്റിയുള്ള പാട്ടാ, ലല്ലബൈ പോലത്തെ ഒരു പാട്ടാ. അപ്പൊ അത് കേട്ടു നോക്കുക. എൻ്റെ തന്നെ ഇന്റർവ്യൂവിൽ കൈതപ്രം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനായക് ഫേവറേറ്റ് പുതിയ തലമുറ എഴുത്തുകാരുടെ പേരിൽ ആദ്യം വിനായകിൻ്റെ പേര് നമ്മൾ ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് പഴയ തലമുറ അല്ലെങ്കിൽ ലെജൻസ് ആയിട്ടുള്ള ലിറിസിസ്റ്റുകളിൽ വിനായക് എപ്പോഴും വളരെ ചേർത്ത് പിടിക്കുന്ന, നമുക്കൊരു എന്താ പറയുക, എപ്പോഴും പാട്ടെഴുതുമ്പോൾ ഓർമ്മിക്കുന്ന എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരാൾ ആരായിരിക്കും? അത് ഞാൻ വളർന്നൊരു തലമുറയുടെ എഴുത്തുകാർ കൈതപ്പുറവും ഗിരീഷ് പുത്തഞ്ചേരിയും തന്നെയായിരുന്നു. അവരുടെ പാട്ട് കേട്ടിട്ടാണ് നമുക്ക് പാട്ടുകളോട് ഇഷ്ടം തോന്നുന്നതും നമുക്കിത് പിന്നീട് ഒരു കാലത്ത് ചെയ്യണം, ലിറിസിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ തോന്നാനൊക്കെയുള്ള പ്രചോദനം ഇവർ ചെയ്തു വെച്ച പാട്ടുകൾ തന്നെയാണ് കൂടുതലും. അപ്പോൾ ബാക്കി ലിറിസിസ്റ്റുകളിലൊക്കെ ഞാൻ പിന്നീട് ഒരു അക്കാഡമിക് രീതിയിൽ ON വി സാർ എന്ത് എഴുതി, യൂസഫ് അലി കച്ചേരി എന്ത് എഴുതി, ബിച്ചു തിരുമൽ എന്ത് എഴുതി, അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് വയലാറിൽ ഭാസ്കര മാഷിലൊക്കെ എത്തുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് നമ്മളെ തേടി വന്ന എഴുത്തുകളാണ് കൈതപ്രം തിരുമേനിയുടെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും. ഇവ എപ്പോഴും പിന്നെ അവരെയാണ് ഞാൻ തനിപ്പാട്ട് എഴുത്തുകാരായിട്ട് കാണുന്നത്. തനിപ്പാട്ട് എഴുത്തുകാർ എന്ന് വെച്ചാൽ അവര് കവിത വേണ്ട പാട്ടുകളിൽ കവിതാംശമുള്ള വരികൾ എഴുതും. അത് വേണ്ടാത്ത പാട്ടുകളിൽ അത് കവിതാംശം കൊണ്ടുവന്ന് പാട്ടിനെ ബുദ്ധിമുട്ടിക്കാറില്ല. മനസ്സിനോട് വളരെ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാട്ടുകൾ എഴുതും. പല റേഞ്ച് ഓഫ് സോങ് ഇവർ എഴുതും. ഒരു സിനിമയിൽ തന്നെ ചിലപ്പോൾ പല റേഞ്ച് ഓഫ് സോങ്സ് എഴുതും. 5-6 പാട്ടുകൾ ഉള്ള കാലമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും മ്യൂസീഷ്യൻസും കൂടിയാണ്. കൈതപ്പുറം തിരുമേനി ഒബ്വിയസ്ലി ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള സിംഗറാണ്, ആക്ടറാണ്, കമ്പോസറാണ്. ഗിരീഷ് ഏട്ടനും ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ കുറേ അദ്ദേഹം പാടുന്ന റീൽസ് ഒക്കെ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇവർ മ്യൂസീഷ്യൻസും കൂടി ആയതിന്റെ ഒരു റിസൾട്ട് ഇവരുടെ എഴുത്തിലുണ്ട്. കാരണം അത് അർത്ഥം നന്നായിരിക്കുന്നത് മാത്രമല്ല, കേൾക്കാൻ ഭയങ്കര സുഖമായിരിക്കും. അപ്പൊ ഒരു പാട്ടിന്റെ ട്യൂണിന്റെ പൾസ് അറിഞ്ഞാണ് ഇവർ എഴുതുന്ന പാട്ട്. ഗിരീഷേട്ടന്റെ പഴയ സമാഗമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അറിയാം കമ്പോസറിന്റെ പൾസ് അറിഞ്ഞ് പാട്ട് എഴുതുന്ന എഴുത്തുകാർ ഇവർ രണ്ടുപേരും. അപ്പൊ അതിൽ നിന്ന് പഠിച്ചു വന്ന ഒരാളെന്ന രീതിക്ക് ഞാനും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന, അത്രയൊന്നും എത്തിയില്ലെങ്കിൽ പോലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന പാത അവരുടെയാണ്. ഗിരീഷ് ഏട്ടനെ ഇപ്പം ഞാൻ വലിയൊരു ഗിരീഷ് പുത്തഞ്ചേരി ഫാനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിസിസ്റ്റ് ഇന്നും ഗിരീഷ് ഏട്ടനാണ് എല്ലാ കാലത്തും. അപ്പോൾ ഈ ഗിരീഷ് ഏട്ടനെ എല്ലാവരും പറയുന്നത് നമുക്കിപ്പോഴും പാട്ടുകൾ തന്നേനെ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പഴയ പാട്ട് കേൾക്കുമ്പോഴാണ് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പുള്ളിയെ ഓർക്കാറുള്ളതും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ ഓർക്കുന്ന പോലെ ഓർക്കാറുണ്ടോ പുള്ളിയായിരുന്നു ഇതിങ്ങനെ എഴുതിയാനെ? അല്ല, അന്നത്തെ കാലത്തെ സിനിമയിൽ പോലും പുള്ളി മറ്റേ കെട്ടഴിച്ചു വിട്ട പാട്ടൊക്കെ എഴുതാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണല്ലോ. വടിക്കട്ടാര വെടി പടഹമോടെ, അതിനകത്ത് മറ്റേ മഴച്ചാറ്റിലേറ്റാലും കടൽക്കാറ്റ് കൊണ്ടാലും ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാണ് എന്റെ കൊട്ടാരം എന്നൊക്കെ എഴുതിയ ആളാ. അപ്പൊ ഇന്നത്തെ കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ വൈൽഡ് ചിന്തകളൊക്കെ ഉള്ള പാട്ടുകളൊക്കെ എഴുതുമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരുപക്ഷെ മെലഡീസ് അത്രത്തോളം ഇല്ലാത്തതിൽ ദേഷ്യം ചിലപ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ സൈഡിൽ ഇപ്പൊ കൈതപ്രം തിരുമേനി ഇപ്പോഴും ഹിറ്റ് ഓഫ് ദ ഇയർ 2025 എഴുതിയത് ആരാ? മിന്നൽ വളയാണ്. അപ്പൊ അതിനു മുമ്പ് ഹൃദയത്തിലെ പാട്ടുകളും ഒക്കെ എഴുതി ടൈംലെസ് ആണെന്ന് തെളിയിക്കുകയാണല്ലോ. അത് ഉറപ്പായിട്ടും അപ്പുറത്ത് ഗിരീഷ് ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയൊക്കെയുള്ള ക്യൂരിയോസിറ്റിയാണ്. നമുക്ക് പല ടൈപ്പ് ഓഫ് സോങ്സ് ഇവർ എഴുതുമായിരുന്നല്ലോ എന്നുള്ളതാണ്. അതാണ് മെയിൻ ഇവരെ ഓർത്തെടുക്കുന്നത്. പിന്നെ ദിന്നാദും ജിതിനും വളരെയധികം അടുത്തറിയുന്ന ആൾക്കാരാണ്. ജിതിൻ ലോകയിലെ ഒരു ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലോകയിലെ പാട്ടുകൾ എഴുതുമ്പോഴും ലോകയ്ക്ക് പേരിടുമ്പോഴും ഒക്കെ ജിതിൻ പുത്തഞ്ചേരി കൂടെ തന്നെ ഉണ്ട്. ദിന്നാദ് ഞങ്ങള് അൻവർ റഷീദ് സ്കൂളിലെ ആൾക്കാരാ. അപ്പൊ ദിന്നാദിനെ അവിടെ ഒരുപാട് കാണാറുണ്ട്. ഇപ്പൊ പക്ഷെ അവന് പാട്ടെടുത്ത ദിന്നാദ് ഭയങ്കര മടിയൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സിനിമയുടെ പ്രീമിയറിന് പോയി. അപ്പോ ദിന്നാദ് അവിടെ സോഷ്യലി
ഇൻട്രോവേർട്ടഡ് ആയി ഒരു മൂലയ്ക്ക് നിൽപ്പുണ്ട്. വാടാ എൻ്റെ കൂടെ ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ദിന്നാഥ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സീറ്റ് അപ്പുറത്ത്, അത് കുഴപ്പമില്ല നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. പറഞ്ഞു ഇല്ല, അല്ലെങ്കിൽ വേറെ ആൾക്കാർ എൻ്റെ കൂടെ ഇരിക്കും. ഒരു ഗുരുവിന്റെ മോനോടുള്ള ഒരു ബഹുമാനം കാണിക്കണം. അത് അപ്പൊ പിന്നെ ഞാൻ അലിഞ്ഞു. ഒരു ഗുരുവിന്റെ മോനോട് നീ എന്താണ് ബഹുമാനം കാണിക്കാത്തത് എന്ന് പറഞ്ഞ് കയ്യൊക്കെ പിടിച്ച് ചകാരിക്കുന്നു. അപ്പൊ ദിന്നാഥിന്റെ കൂടെ ഇരുന്നു. അപ്പൊ വേറെ ആൾക്കാർ സിനിമാക്കാരൊക്കെ വന്ന് ബാക്കി സീറ്റ്സിലൊക്കെ ഞങ്ങൾ ആദ്യം പോയിരുന്നു. അപ്പൊ ബാക്കിൽ ഒരാൾ ദിന്നാഥിനെ തട്ടി, ഏതോ സിനിമയിലുള്ള ആളാ. പാട്ട് കിട്ടിയില്ല ദിന്നാഥിനോട്, ഇവ എഴുതി തരും. എടാ ഒന്ന് പ്ലീസ് ഒന്ന് എഴുതി കൊടുക്കടാ, ഇവൻ സെറ്റാക്കി തരുമെന്ന്. ദിന്ന് കുറെ സിനിമകളിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നീ എഴുതടാ എന്ന് പറഞ്ഞിരിക്കുക. എഴുതണം എന്നാണ്. പ്രമേയത്തിലെ പാട്ട് തന്നെ മതി റേഞ്ച് എന്താന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട്. എനിക്കൊന്ന് ദിന്ന് വേറെ ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഡയറക്റ്റ് ചെയ്യാനും എഴുതാനും. അപ്പൊ അങ്ങനെയുള്ള റെക്സൈഡിനെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പം അതൊരുപാട് പേര് അയ്യോ റെക്സൈഡിനെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് റൈഫിൾ ക്ലബ്ബ് വരുന്നതും അതിൽ ഗന്ധർവഗാനം അതേപോലെ നായാട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത്. റെക്സൈഡിനായിട്ട് റീജോയിൻ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് പറഞ്ഞത് റെക്സൈഡിന് ഇരിക്കുന്ന റൂമിൽ നിലത്തൊക്കെ പോയിരുന്ന് എഴുതി തുടങ്ങിയല്ലോ യോളക്കാരനെ. അതെ 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 അതെ. റൈഫിൾ ക്ലബ്ബിൽ ആഷിക്കേട്ടൻ വിളിക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ആരാന്ന് ചോദിച്ചപ്പോൾ റെക്സൈഡനാണ് എന്ന് പറയുമ്പോൾ സന്തോഷം. ഓക്കെ, വീണ്ടും റെക്സേട്ടന്റെ പടത്തിൽ പാട്ട് എഴുതുന്നു. അപ്പൊ വേറൊരു മൂഡാ. റെക്സേട്ടൻ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ മറ്റേ റൂം ഫ്രഷ്നറിന്റെ ഒരു മണം കാണും, വെറ്റ് വൈബ്സ്. വേറൊരു മൂഡാണ് റെക്സേട്ടന്റെ. അപ്പൊ എനിക്ക് നീലാകാശം മുതലേ ഉണ്ട് ആ മെമ്മറീസിൽ ആ മണങ്ങൾ വളരെയധികം കണക്റ്റഡ് ആണ്. പിന്നെ റെക്സേട്ടൻ വളരെ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോ ഫസ്റ്റ് പാട്ട് എഴുതിയ സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. മറ്റേ റെക്സേട്ടന് ഇഷ്ടപ്പെടുവോ, ഗന്ധർവ ഗാനം എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ റെക്സേട്ടന്റെ ടേസ്റ്റ് ആണെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഭയങ്കരമായിട്ട് പുള്ളിക്ക് വർക്കായി. ഗന്ധർവ ഗാനം, അതിശയ ചാരുതേ എന്നൊക്കെയുള്ള റെട്രോ വൈബാണല്ലോ പാട്ട്. എനിക്ക് അങ്ങനത്തെ സാധനം എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പടത്തിനുള്ള പടത്തിലെ പാട്ടാ അത്. അതിനകത്ത് വിനീത് ഏട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ഷാജഹാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഓൾറെഡി ഇറങ്ങി ഹിറ്റായ സിനിമയെ പാട്ടാണ്. അപ്പൊ അത് രസാ. അപ്പൊ അതിനകത്ത് ഗന്ധർവഗാനം എഴുതിയപ്പോ എന്നാ രതിപുഷ്പത്തിന്റെ ഒരു ഫ്ലേവർ ഉണ്ടാവാൻ പാടില്ല, റംസാ വരെ ഉണ്ട് അതിനകത്ത്. ഞാൻ ആലോചിച്ച അങ്ങനെ ഒരു വീണ്ടും വരുമ്പോ ചിലപ്പം രതിപുഷ്പം പോലെ സംസാരിച്ച പാട്ടല്ല, എന്നാൽ വേറെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടായ പാട്ടാണ് അത്. കറക്റ്റ് സ്ലോട്ടി വീണ് കിട്ടിയ പാട്ടാണ്. പക്ഷെ എന്റെ ഫേവറേറ്റ് ട്രാക്ക് ആ സിനിമയിലെ നായാട്ട് പ്രാർത്ഥന. എനിക്കത് വളരെ കൗതുകം തോന്നി. എങ്ങനെയായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക? അത് ഇൻഫാക്ട് അതിന്റെ തുടക്കത്തിലെ ലൈൻസ് എന്റെ അറിവിൽ എഴുതിയ ശാംപുഷ്കരനാണ്. പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് വ്യവസ്ഥയില്ലാത്ത പിതാവേ കൊള്ളലേറ്റ് അത് പാട്ടിലത് വെക്കാം എന്നുള്ള അവരുടെ പ്രാർത്ഥന സ്ക്രിപ്റ്റിൽ എഴുതിയ പ്രാർത്ഥനയായിരുന്നു അത്. അത് വളരെ ശരിക്കും ഉള്ള സാധനമൊന്നുമല്ല, ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അപ്പോൾ ഇവര് റൈഫിൾ ക്ലബിലെ ആളുകൾ വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്താ ഉണ്ട എത്തുന്നിടത്ത് മണ്ട എത്തണമേ, അല്ല മണ്ട എത്തുന്നിടത്ത് ഉണ്ട എത്തണമേ. നമ്മൾ ചിന്തിക്കുന്നിടത്ത് ഉണ്ട പോയി പതിക്കണേ, തോക്കിനേക്കാൾ ഉന്നം നോക്കിനുണ്ടാവണമേ. അതൊരു വനത്തെ പറ്റിയാണ് നായാട്ട് പ്രാർത്ഥന. കാട്ടിലോട്ടാണല്ലോ ഇറങ്ങുന്നത്. അപ്പൊ കാട് നമ്മുടെ കൂടെ, കാടിനെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു കാടിനെ ഒരു എൻറ്റിറ്റി ആയിട്ട് കണ്ട് എന്റെ ചുവട് പിഴക്കരുതേ, മരണം മുന്നിലും പിന്നിലും ഒക്കെ പതിയിരിക്കുന്നുണ്ട്, ഒന്ന് കൂടെ തുണയ്ക്കണേ എന്ന് പറയുന്നൊരു പ്രാർത്ഥനയാണ് ശരിക്കും നായാട്ട് പ്രാർത്ഥന. അതാണ് എന്റെ ഫേവറേറ്റ് ട്രാക്ക്. റെക്സൈഡിനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ റെക്സൈഡ് ഈ ഒരു ഫെയിമിന്റെ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് കുറച്ചുകൂടെയൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നുകൂടെ എന്നോ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ നീലാകാശത്തിന്റെ സമയത്ത് നേരിട്ട് പോയിട്ടാണ് ഈ മനുഷ്യൻ ആദ്യം കാണുന്നത് റെക്സൈഡിനെ. അപ്പൊ അതിനു മുമ്പേ തന്നെ എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം അവിയൽ ഫാൻസ്, റെക്സ് വിജയൻ ഫാൻസും ആണ്. അവര് നടനാടൻ ഇങ്ങനത്തെ പാട്ടുകളല്ല. അപ്പൊ ഞാൻ ഈ പാട്ട് കേൾക്കുന്ന ആളല്ല, ഞാനത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഫോളോ ചെയ്യുന്ന ആളൊന്നും അല്ല. അപ്പൊ ഇവര് ഭയങ്കര ഭ്രാന്തോടുകൂടി പറയുന്ന ഒരാളെയാണ് ഞാൻ നാളെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. പോയി കണ്ടപ്പോ ഇതാണോ റെക്സ് വിജയൻ, ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിൽ പേടിച്ചൊക്കെയാണ് ഞാൻ പോയത്. അപ്പോഴാണ് കണ്ട ഒരു ഇന്ന് നമ്മൾ പൂക്കി എന്ന് പറയുന്ന ഒരു പൂക്കി പോലത്തെ ഒരു മനുഷ്യൻ. അപ്പൊ റെക്സേട്ടൻ മറ്റേ അറിയില്ല തോന്നുന്നു റെക്സ് വിജയൻ ഞാനാണെന്ന്. അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അത്രമാത്രം സ്വീറ്റ് പ്യുവർ സോളാണ്. ഈ അടുത്തിറങ്ങിയതിൽ നമ്മൾ രതിപുഷ്പം പോലെ അല്ലെങ്കിൽ മറ്റു പല ആളുകൾ ചർച്ച ചെയ്ത പോലെ തന്നെയായിരുന്നു അഴിഞ്ഞാട്ടം സോങ്. അഴിഞ്ഞാട്ടത്തിന്റെ കമന്റ് ബോക്സ് വന്ന ഉടനെ കുറച്ച് ഭീകരമായിരുന്നു. പ്രത്യേകിച്ച് മ്യൂസിക് ഡയറക്ടർക്കും ലിറിസിസ്റ്റിനും അഗെയിൻസ്റ്റ് കമന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു സ്ലോ ബേണർ എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ ഞാൻ പലപ്പോഴായിട്ട് ട്രാവലിലൊക്കെ ആളുകൾ ഇത് വെക്കുന്നതും എൻജോയ് ചെയ്യുന്നതും കേട്ടിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് അറിയായിരുന്നു അത് ആദ്യം ഒന്ന് ചീത്തയൊക്കെ വിളിച്ചാലും പടത്തിന് മുമ്പ് ആ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എനിക്കറിയായിരുന്നു.
ഞാൻ ധനഞ്ജയോടും ഒക്കെ ഫാഹിമിനോടും ഒക്കെ വിളിച്ചു ചോദിച്ചത് പടത്തിനല്ലേ പാട്ടിറങ്ങുള്ളൂ, തിയേറ്ററിൽ ഒരുപാടല്ലേ, നമ്മളിങ്ങനെ ഒരു പാട്ടുള്ള കാര്യം വിട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ലാൽ സാറിന്റെ ക്യാമിയോ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം, അതും പ്രൊമോഷനിൽ നല്ലോണം അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി പാട്ടും കൂടെ ഉണ്ടെന്നുള്ളത് എന്തിനാ അറിയുന്നത്, സർപ്രൈസ് ആയിക്കോട്ടെ എന്നുള്ള മൂഡിലാണ് ഞാൻ. പിന്നെ അത് ആ സിനിമയുടെ മീറ്ററിന് വേണ്ടി എഴുതിയൊരു പാട്ടാണ്. അപ്പൊ ആ പാട്ടിന്റെ മീറ്റർ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം ആ സിനിമ എന്താന്ന് മനസ്സിലാവണം. അപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് ആളുകൾ ഫസ്റ്റ് ഹാഫ് മുഴുവൻ കണ്ടിരുന്ന ആ ട്രാക്കിൽ വീണിട്ട് സെക്കൻഡ് ഹാഫിൽ ഈ ക്യാമിയോ, അപ്പോൾ ഓൺ ടോപ്പ് ഓഫ് ഒരു ബോണസ് പോലെ നമ്മളൊരു സോങ് കൂടെ പിടിച്ചു, ലാൽ സാർ ഡാൻസും കൂടെ കളിക്കുന്ന ഒരു സോങ്. അങ്ങനെയാണ് അത്. അപ്പോൾ ഇറങ്ങില്ല, പടത്തിലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ 2 ദിവസം മുമ്പ് വൈകുന്നേരം, അപ്പൊ ഞാൻ അന്ന് ചത്താപ്പച്ചയുടെ ഫസ്റ്റ് സോങ് അന്ന് വൈകിട്ട് റിലീസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് പറയുന്നത് ഇത് ഇന്ന് ഇറങ്ങുന്നുണ്ടെന്ന്. മറ്റന്നാളല്ലേ ഇറങ്ങേണ്ട. അങ്ങനെയാണ് ആ പാട്ട് അന്ന് ഇറങ്ങിയത്. അതും അന്ന് ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം ആദ്യം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി, ലിറിക് വീഡിയോയിൽ വരുന്നതിന് മുമ്പേ. അപ്പൊ ആളുകൾ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്, സിനിമയുടെ ജോണറെ കംപ്ലീറ്റ്ലി മനസ്സിലാവാതെ തന്നെ വന്നതിന്റെ ഒരു ബാക്ക്ലാഷ് ആണ്. അപ്പൊ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പടം ഇറങ്ങി പടത്തിന്റെ കൂടെ പടത്തിന്റെ മീറ്ററിന് ഈ പാട്ട് വർക്കാന്നുള്ളത്. അപ്പോൾ ഷാനിക്കനൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്ക ഇതൊന്നും നോക്കണ്ട, മറ്റന്നാൾ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, പടം ഇറങ്ങുമ്പോൾ പാട്ട് വർക്കാവും എന്നുള്ളത്. ഇനിയിപ്പോ ആൾക്കാർ പറയുന്നത് പോലും ആദ്യത്തെ കുറച്ച് ലൈൻസിന്റെ കാര്യമാണ്, ഇൻട്രോ ലൈൻസിന്റെ കാര്യം. പാട്ട് ആ പറഞ്ഞ ബീറ്റ് തുടങ്ങി കഴിഞ്ഞ് വരുന്ന വരിക്കുന്ന ആർക്കും 2 അഭിപ്രായം ഇല്ല. പിന്നെ ആ പാട്ട് ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നേരെ ഉൾട്ടയായി. ഇപ്പോഴും ആ പാട്ട് ഇച്ചിരി ഇഷ്ടമില്ലാത്തവരുണ്ടാവും, എന്നാലും അതാണ് അത് ഹുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ടിപ്പിക്കലി പാട്ട് തുടങ്ങുന്നത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ പാട്ട് തുടങ്ങുന്ന ആണ് അതിന്റെ പുതുമ. അപ്പൊ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്, ഇതൊക്കെ പരീക്ഷണങ്ങളാണല്ലോ. അത് കുറെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ ഉള്ള ലിറിക്കാണ്. ഡയറക്ട്ലി തന്നെ ലാൽ സാറിന്റെ സ്റ്റാർഡത്തെ ഡയറക്ട്ലി തന്നെ പറയുന്ന ഒരു ലിറിക്സ് ആണ്. അത് ആ സിനിമയുടെ മീറ്റർ അതാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ കമന്റുകൾ അല്ലെ നമുക്ക് അറിയാം ഇതിങ്ങനെ സംഭവിക്കാം, പക്ഷെ എന്നാലും അതില് കൺസേൺ ഉണ്ടോ? നെവർ മൈൻഡ് ആണ്. നെവർ മൈൻഡാ, പിന്നെ അല്ലാതെ അത് നല്ലത് പറയാനും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മൾ മോശവും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ നമുക്ക് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റില്ല. എപ്പോഴും എല്ലാം നല്ലത് മാത്രമേ കേൾക്കുള്ളൊന്നുമില്ല. പിന്നെ അത് ഒരു മറ്റേ പേഴ്സണൽ ലെവലിൽ അങ്ങനെയൊക്കെ പോവാ, അത് മാത്രമേ ഉള്ളൂ. അത് അൺഫോർച്ചുനേറ്റ് ആണ്. പറയുന്നവർക്ക് സോഷ്യൽ മീഡിയ ആകുമ്പോൾ ചിലപ്പോൾ അത് അവർ പോലും ചിലപ്പോൾ റിയലൈസ് ചെയ്ത് ഒരു ഇമോഷണൽ ലെവൽ പ്രതികരിക്കുന്നതായിരിക്കാം. അപ്പൊ നമ്മളത് റീഡ് ചെയ്യുന്ന നമുക്ക് ആ മെന്റൽ മെച്യൂരിറ്റി ഉണ്ടായാൽ മതി. ഇവര് പേഴ്സണലി നമ്മളെ കണ്ട പോലും ഇങ്ങനെ പറയില്ല. ഈ കമന്റ് ചെയ്യുന്ന ആള് നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ പോലും ചിലപ്പോൾ റെസ്പെക്റ്റിൽ ബ്രോ അത് വർക്കായില്ലേ പറയുള്ളൂ. പക്ഷെ സോഷ്യൽ മീഡിയ ഇരിക്കുമ്പോൾ ആ ദേഷ്യത്തിൽ എന്തോ ഇടുന്നതാണ്, അത് നമുക്കും അറിയാം. നമ്മളതങ്ങ് വിടും. അപ്പോൾ ലിറിസിസ്റ്റ് വിനായകന്റെ പോലെ തന്നെ ഞങ്ങൾ ഇനിയും റൈറ്റ് വിനായകനെയും കൂടെ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പോൾ റോസ്ലിൻ്റെ 2 അതുപോലെ ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.